നമസ്കാരം, എല്ലാ കുട്ടികൾക്കും വിജയകുമാർ സാറാണ്. ഉറപ്പായിട്ട് ചോദിക്കുന്ന 35 ക്വസ്റ്റ്യൻസ് ആണ്, 35 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ഈ 35 ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പിക്കാം. ഓരോ ചാപ്റ്ററിൽ നിന്നും 3-4 വെച്ച് 3-4 ക്വസ്റ്റ്യൻസ് വീതം, ഓരോ ചാപ്റ്ററിൽ നിന്നും 3-4 ക്വസ്റ്റ്യൻസ് വീതം മാത്രമാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് സെലക്ട് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, നമുക്ക് ഓരോ ചാപ്റ്ററിലെയും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ നമുക്കറിയാം. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ ബോട്ടണിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്, അല്ലെ? അപ്പൊ ഈ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്സ് എന്ന് പറയുമ്പോഴത്തേന് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ, വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് സെൽ വോൾസ് ഇൻ ഡൈറ്റോംസ്. ഡൈറ്റോംസിന്റെ സെൽ വോളിന്റെ നേച്ചർ എന്താണ്? രണ്ടാമത്തെ, സ്റ്റേറ്റ് ദ ക്രൈറ്റീരിയ ഫോളോഡ് ബൈ വിറ്റാഗർ ക്ലാസിഫിക്കേഷൻ. ആർഎച്ച് വിറ്റാഗർ ലിവിംഗ് ഓർഗാനിസംസിനെ 5 കിങ്ഡമായിട്ട് ക്ലാസിഫൈ ചെയ്ത് അത് എന്തൊക്കെ ക്രൈറ്റീരിയ നോക്കിയാണ്. ആ ക്രൈറ്റീരിയ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്തത്, ഹൗ ആർ വൈറോയിഡ്സ് ഡിഫറെന്റ് ഫ്രം വൈറസസ്. വൈറസിൽ നിന്ന് വൈറോയിഡ്സ് എങ്ങനെ ഡിഫറെന്റ് ആണ്, അതായത് വൈറസും വൈറോയിഡ്സും തമ്മിലുള്ള ഡിഫറെന്റ് മാത്രം നോക്കിയാണ്. ഓക്കെ, അടുത്തത്, സിഗ്നിഫൈ ഫൈക്കോബയോൺ ആൻഡ് മൈക്കോബയോണ്ട്. മൈക്കോബയോണ്ടും ഫൈക്കോബയോണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അല്ലെങ്കിൽ എന്താണ് മൈക്കോബയോണ്ട്, എന്താണ് ഫൈക്കോബയോണ്ട്? നമുക്കറിയാം ലൈക്കൻസിനകത്ത് വരുന്ന കമ്പോണൻസ് ആണ്, ആൽഗയുടെ ഫംഗസിന്റെ കമ്പോണൻസ് ആണ്. അത് നമ്മളൊന്ന് ഫോക്കസ് ചെയ്യണം. പിന്നെ ഇത് കൂടാതെ ഈ ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന 1 വേർഡ് പോലുള്ള ചോദിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് വേറെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന 4 ക്വസ്റ്റ്യൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് കൂടാതെ 1 വേർഡ് പോലെ ചോദിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് വേറെ വരുന്നുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസിന്റെ എല്ലാം ആൻസർ ഉൾപ്പെടെ നിങ്ങൾക്ക് വീഡിയോസ് എത്തുന്നതായിരിക്കും. അപ്പൊ 1 വേർഡ് പോലെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും അതുകൂടാതെ ഇതിന്റെ എല്ലാം ആൻസറും അടങ്ങിയിരിക്കുന്ന വീഡിയോസ് തൊട്ട് പുറകിൽ നിങ്ങൾക്ക് വീഡിയോസ് എല്ലാം നിങ്ങളുടെ കയ്യിൽ എത്തുന്നതായിരിക്കും. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഈ ഫസ്റ്റ് ചാപ്റ്റർ മാത്രം ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്ന ഇത്രയും. ഇത് കൂടാതെ നമുക്ക് ഇനി 1 വേർഡ് പോലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് പറയാനുണ്ട്. അത് ഇതിന്റെ ആൻസർ കീ വരുമ്പോഴത്തേനും അതിന്റെ കൂടെ നിങ്ങൾക്ക് വീഡിയോസ് കിട്ടിയിരിക്കും. അപ്പം ഇത്രയും ടോപ്പിക്ക് ഉറപ്പായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മക്കളെ ഈ ചാപ്റ്ററിൽ നിന്ന് എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്, ഈ അത്രയും മാർക്ക് നിങ്ങൾക്ക്, അതായത് ഫുൾ മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. അപ്പൊ ഈ പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരു കാരണവശാലും നോക്കാതിരിക്കരുത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ പറയുന്നത്. ഇത് ഉറപ്പായിട്ട് നോക്കിയിട്ട് എക്സാമിന് പോകാവുള്ളൂ. അതെന്താണെന്ന് മനസ്സിലാക്കിയെടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഈ ഓരോ ചാപ്റ്ററിനകത്തുനിന്ന് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചെന്നും മനസ്സിലാക്കിയെടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ഓരോ ചാപ്റ്ററിലെ എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത് അത്രയും മാർക്ക് നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റും. മാത്രമല്ല അത്രയും ആ ഫുൾ മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാനും പറ്റും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് വരാം. നമുക്കിനി രണ്ടാമത്തെ പ്ലാൻ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്റർ നോക്കാം. ഈ പ്ലാൻ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ചാപ്റ്ററാണ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിനകത്തുനിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത്, ഇതിനകത്ത് ആദ്യം ഈ ചാപ്റ്റർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിന്റെ ആദ്യം തന്നെ നമ്മൾ ആൽഗകളെ 3 ഡിവിഷനായിട്ട് തിരിക്കുന്നുണ്ട്, അല്ലെ? ക്ലോറോഫൈസി, ഫിയോഫൈസി, റോഡോഫൈസി. അതില് ഗ്രീൻ കളറുള്ള ആൽഗയാണ് ക്ലോറോഫൈസിക്കകത്ത് വരുന്നത്, ബ്രൗൺ കളറുള്ള ആൽഗയാണ് ഫിയോഫൈസിക്കകത്ത് വരുന്നത്, റെഡ് കളറുള്ള ആൽഗയാണ് റോഡോഫൈസിക്കകത്ത് വരുന്നത്. ഓക്കെ, അതില് ബ്രൗൺ ആൽഗയുടെയും റെഡ് ആൽഗയുടെയും നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു 4 സാലിയൻ ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അതിനെ റിലേറ്റ് ചെയ്ത് നമുക്ക് അതിൽ നിന്ന് 1 വേർഡ് ക്വസ്റ്റ്യൻ കയറി വരുന്നുണ്ട്. അത് മെയിൻ ആയിട്ട് 1 വേർഡ് ആയിട്ട് ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ബ്രൗൺ ആൽഗയിലും റെഡ് ആൽഗയിലും ഏത് ഫോമിലാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ട ഈ പ്ലാൻ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ബ്രൗൺ ആൽഗയുടെയും അതുപോലെ തന്നെ ബ്രൗൺ ആൽഗ എന്ന് പറയാം ഫിയോഫൈസി ഡിവിഷനിലാണ് വരുന്നത്.
അതുപോലെ തന്നെ റെഡാൾഗെ എന്ന് പറയുമ്പോൾ റോഡോഫൈസ് ഡിവിഷനാണ് വരുന്നത്. അപ്പൊ ഈ ഫിയോഫൈസ് ഡിവിഷൻ വരുന്നതും അതുപോലെ തന്നെ റോഡോഫൈസ് ഡിവിഷൻ വരുന്ന ആളുകളുടെ, അതായത് ബ്രൗൺ ആളുകളുടെയും റെഡ് ആളുകളുടെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 4 സാലിയൻ ഫീച്ചേഴ്സ് നമ്മൾ പഠിക്കുക. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 4 പോയിന്റ് മാത്രം ഒന്ന് ഓർമ്മ വെക്കുക. അതിനെയാണ് സാലിയൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അതിലേതെങ്കിലും ഒരെണ്ണം ഉറപ്പായിട്ട് നമുക്ക് എക്സാമിൽ കയറി വരുന്നതാണ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ. ബ്രയോഫൈറ്റ ഡിവിഷൻ വരുന്ന സസ്യങ്ങൾക്ക് കോമൺ ആയിട്ട് നമ്മൾ പറഞ്ഞ പേര് മോസ് പ്ലാന്റ്സ് എന്ന് പറയും. അതുപോലെ ടെറിഡോഫൈറ്റ ഡിവിഷൻ വരുന്ന സസ്യങ്ങൾക്ക് കോമൺ ആയിട്ട് ഫേൺസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഈ ഫേൺസും മോസും തമ്മിലുള്ള ഡിഫറൻസ് അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ഡസ് ഫേൺസ് ഡിഫർ ഫ്രം ദ പ്ലാന്റ് ബോഡി ഓഫ് മോസസ്? അതായത് ഫേൺസിന്റെ പ്ലാൻ ബോഡി മോസസിന്റെ പ്ലാൻ ബോഡിയിൽ നിന്ന് എങ്ങനെ ഡിഫറെന്റ് ആയിരിക്കുന്നു. അപ്പൊ നമ്മൾ എന്തുവാ സാലിൻ ഫീച്ചർ മാത്രം അതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 2 ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്താണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ അതിനകത്ത് മോസ് പ്ലാന്റുകളുടെ, അതായത് ബ്രയോഫൈറ്റ് ഡിവിഷൻ വരുന്ന മോസ് പ്ലാന്റുകളുടെ ഒരു 4 സാലിൻ ഫീച്ചർ പഠിക്കുക. അതുപോലെ തന്നെ ടെറിഡോഫൈറ്റ് ഡിവിഷൻ വരുന്ന സസ്യങ്ങൾക്കാണ് നമ്മൾ ഫേൺസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ടെറിഡോഫൈറ്റ് ഡിവിഷൻ വരുന്ന സസ്യങ്ങളുടെ എന്താണ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 4 സാലിൻ ഫീച്ചർ പഠിക്കുക. അപ്പൊ അത് എഴുതി വെക്കുമ്പോൾ ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയി. അപ്പം ബ്രയോഫൈറ്റിന്റെയും ടെറിഡോഫൈറ്റിന്റെയും അതാണ് മോസ്, ഫേൺസ്, ഒരു 4 സാലിൻ ഫീച്ചർ വെച്ച് പഠിക്കുക. 4 പോയിന്റ് സാലിൻ ഫീച്ചർ. സാലിൻ ഫീച്ചേഴ്സ് ഓഫ് മോസസ് എന്ന് പറഞ്ഞ നമ്മുടെ ടെസ്റ്റിനകത്ത് കുറെ കിടപ്പുണ്ട്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 4 പോയിന്റുകൾ, അതായത് സാലിൻ ഫീച്ചർ, ഒരു 4 പോയിന്റുകൾ നമ്മൾ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഫേൺസിന്റെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, അപ്പൊ നമുക്ക് അത് 4 പോയിന്റുകൾ വീതം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഏത്, ഹൗ ഡസ് ഫേൺസ് ഡിഫർ ഫ്രം ദ പ്ലാന്റ് ബോഡി ഓഫ് മോസസ്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് ജിംനോസ്പേമ ഡിവിഷൻ വരുന്ന സസ്യങ്ങളുടെ സാലിൻ ഫീച്ചർ നമ്മൾ നോക്കുമ്പോൾ അതിന്റെ ഇടയ്ക്ക് നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. മൈക്കോറൈസൽ റൂട്ട് ആൻഡ് കോർലോയിഡ് റൂട്ട്. അത് ഡിഫൈൻ ചെയ്യാൻ ചോദിക്കാം, ചിലപ്പോൾ 1 വേർഡ് പോലെ കയറി ചോദിക്കാം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, മൈക്കോറൈസൽ റൂട്ട്, കോർലോയിഡ് റൂട്ട്. ഇതിന് എക്സാമ്പിളോട് ഓർമ്മ വെച്ചു. എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേരേ ഉള്ളൂ, പൈനസ്, സൈക്കസ്. മൈക്കോറൈസൽ റൂട്ട് അതുപോലെ തന്നെ കോർലോയിഡ് റൂട്ട് ആരുടെയാണ്? പൈനസ് ആണ്, സൈക്കസ് ആണ്. അത് മാത്രം ആ എക്സാമ്പിളോട് ഓർമ്മ വെക്കുക. ഇനി എന്താണ് മൈക്കോറൈസൽ റൂട്ട് അതുപോലെ തന്നെ കോർലോയിഡ് റൂട്ട്? ഓക്കെ, പിന്നെ ഇത് കൂടാതെ ഇതിൽ നിന്ന് നമുക്ക് ഈ ചാപ്റ്ററിൽ ചോദിക്കുന്ന 1 വേർഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ആൻജിയോസ്പെർമ ഡിവിഷനിൽ വരുന്ന പ്ലാന്റുകളുടെ റീപ്രൊഡക്റ്റീവ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഫ്ലവർ ആണ്. അതുപോലെ തന്നെ അത് നമ്മൾ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിനകത്ത് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജിംനോസ്പെർമ ഡിവിഷനിൽ വരുന്ന സസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ സീഡുകൾ മാത്രം ഉണ്ടാകുന്ന സസ്യങ്ങളാണ്. ഇവരുടെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ്, റീപ്രൊഡക്റ്റീവ് യൂണിറ്റിന് പറയുന്ന പേര് കോൺ എന്നാണ് പറയുന്നത്. CONE, കോൺ. ഓക്കെ, അപ്പൊ ഈ 3 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ബ്രൗൺ ആൽഗയുടെയും റെഡ് ആൽഗയുടെയും സാലിൻ ഫീച്ചർ, ബ്രയോഫൈറ്റിന്റെയും ടെറിഡോഫൈറ്റിന്റെയും സാലിൻ ഫീച്ചർ. ഓക്കെ, പിന്നെ ജിംനോസ്പെർമ ഡിവിഷനിൽ വരുന്ന പ്ലാന്റിന്റെ സാലിൻ ഫീച്ചർ നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ ഇടയ്ക്ക് കിടക്കുന്നതാണ് ഈ മൈക്കോറൈസൽ റൂട്ട്, കോർലോയിഡ് റൂട്ട്. അതെന്താണ്, അതിന് എക്സാമ്പിൾ. ഓക്കെ, ഇതിന്റെ വീഡിയോസ്, ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള റൈറ്റ് ആൻസർ കീ നമുക്ക് തൊട്ട് പുറകിൽ നിങ്ങൾക്ക് ഇതിന്റെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. മനസ്സിലായി? ഇതിന്റെ എല്ലാ കറക്റ്റ് ആൻസർ കീയും ഇതിന്റെ സൊല്യൂഷനും കറക്റ്റായിട്ട് നിങ്ങൾക്ക് അതിന്റെ വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും ഈ 3 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ ഈ 3 ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ പറയുക, മിനിമം ഒരു 4-5 ടോപ്പിക്ക് കവർ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ ചോദിക്കുന്ന ഉറപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അപ്പൊ ഈ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഈ 3 ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമുക്ക് അടുത്ത 3ാമത്തെ ചാപ്റ്ററിലേക്ക് വരാം. 3ാമത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഏതാണ്? മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. നമുക്കിനി അടുത്ത മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ചാപ്റ്റർ നോക്കാം. അപ്പൊ ഈ ചാപ്റ്ററിനകത്തുനിന്ന് ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ടൈപ്സ് ഓഫ് എസ്റ്റിവേഷൻ. എന്താ നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. അതിന് ഡയഗ്രം നമ്മൾ ടെസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്.
അപ്പൊ ആ ഡയഗ്രം നിങ്ങൾക്ക് അതുപോലെ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് അങ്ങോട്ട് തരും. എന്നിട്ട് ഇത് ഏത് ടൈപ്പ് എസ്റ്റിവേഷൻ ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്താൽ മാത്രം മതി. 4 എസ്റ്റിവേഷൻ എന്ന് പറഞ്ഞാൽ 4 ടൈപ്പാണ്: വാൽവേറ്റഡ്, ട്വിസ്റ്റഡ്, ഇംബ്രിക്കേറ്റഡ്, എക്സിലറി. അതിന്റെ 4 ഡയഗ്രം മാത്രം നോക്കിയാൽ മതി. ആ ഡയഗ്രം നമുക്ക് ക്വസ്റ്റ്യനകത്ത് തരും. തന്നു കഴിഞ്ഞാൽ അത് വാൽവേറ്റ് ഏതാണ്, ട്വിസ്റ്റഡ് ഏതാണ്, ഇംബ്രിക്കേറ്റഡ്, എക്സിലറി അത് ഏതാണ് കറക്റ്റ് ആ ഡയഗ്രം നോക്കി നമ്മൾ എഴുതിയാൽ മാത്രം മതി. ഓക്കെ, അത് ഡിസോർഡർ ആയിട്ടായിരിക്കും നമുക്ക് തരുന്നത്. അപ്പൊ അതിനകത്ത് കറക്റ്റ് നമ്മളത് മനസ്സിലാക്കി എടുക്കണം. അപ്പം എസ്റ്റിവേഷൻ തന്നെ 4 ടൈപ്പ് ഉണ്ട്. അത് ഏതൊക്കെയാന്നുള്ളത്. ഓക്കെ, എസ്റ്റിവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെപ്പലും പെറ്റലും ഒരു ഫ്ലവറിനകത്ത് ക്രമീകരിച്ചിരിക്കുന്ന രീതിയാണ്. അത് തന്നെ 4 ടൈപ്പ് ഉണ്ട്. അപ്പൊ ടൈപ്സ് ഓഫ് എസ്റ്റിവേഷൻ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എസ്റ്റിവേഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തതാണ് ടൈപ്സ് ഓഫ് പ്ലാസന്റേഷൻ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാസന്റേഷൻ. പ്ലാസന്റേഷൻ അതായത് ഓവറിൽ നിന്ന് ഓവ്യൂൾ ഡെവലപ്പ് ചെയ്യുന്ന രീതിയാണ് പ്ലാസന്റേഷൻ. മോഡ് ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് ഓവ്യൂൾസ് ഓൺ ദ പ്ലാസന്റ വിത്തിൻ ദ ഓവറി അല്ലെ. അപ്പം ഓവറിൽ നിന്ന് ഓവ്യൂൾ ഡെവലപ്പ് ചെയ്ത് വരുന്ന ആ ഒരു രീതിക്കാണ് നമ്മൾ പ്ലാസന്റേഷൻ എന്ന് പറയുന്നത്. അത് തന്നെ പല ടൈപ്പ് ഉണ്ട്. അതിന്റെ ഡയഗ്രമാണ് നമുക്ക് തന്നിരിക്കുന്നത്. മാർജിനൽ, ആക്സൈൽ, ബേസൽ, ഫ്രീ സെൻട്രൽ, പറൈറ്റൽ, ഇങ്ങനെ കുറെ 4-5 പ്ലാസന്റേഷൻ തന്നെ 5 ടൈപ്പോളം വരുന്നുണ്ട്. ഇതിന്റെ ഡയഗ്രം നമുക്ക് ടെസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. ആ ഡയഗ്രം അതുപോലാണ് ക്വസ്റ്റ്യനകത്ത് നമുക്ക് തരുന്നത്. തന്നു കഴിഞ്ഞാൽ അത് ഏത് ടൈപ്പ് പ്ലാസന്റേഷൻ ആണെന്ന് ജസ്റ്റ് അതിന്റെ പേര് മാത്രം എടുത്തെഴുതിയാൽ മതി. അപ്പൊ പ്ലാസന്റേഷൻ, എസ്റ്റിവേഷൻ, ഇതിൽ ഈ 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് ഉറപ്പായിട്ട് ചോദിക്കുന്നത്. ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ ചോദിക്കത്തുള്ളൂ. എസ്റ്റിവേഷൻ ചോദിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ട് പ്ലാസന്റേഷൻ ചോദിച്ചിരിക്കും. പ്ലാസന്റേഷൻ ചോദിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ട് എസ്റ്റിവേഷൻ ചോദിച്ചിരിക്കും. അപ്പൊ എസ്റ്റിവേഷനും പ്ലാസന്റേഷന്റെ ആ ഡയഗ്രം നമ്മളൊന്ന് മനസ്സിലാക്കുക. അത് ഏത് ടൈപ്പാണ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ടത്, നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് ഒരേ ഒരു ഫാമിലി മാത്രമേ ഉള്ളൂ പഠിക്കാനായിട്ട്. ഫാമിലി സൊളാനേസി. 3 ഫാമിലി ഓൾറെഡി ഉണ്ട്. അതിന് 2 ഡിലേറ്റ് ആണ്, ഫെബേസിയം, ലിലിയേസി. സൊളാനേസിയ മാത്രമേ നമുക്ക് പഠിക്കാനായിട്ട്. അപ്പൊ ആ സൊളാനേസിയുടെ എന്താണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് സൊളാനേസിയ ഫാമിലി വരുന്ന പ്ലാന്റ്സിന്റെ ഫ്ലവറിന്റെ ക്യാരക്ടേഴ്സ്, അതാണ് ഫ്ലോറൽ ക്യാരക്ടേഴ്സ്. ഫ്ലോറൽ ക്യാരക്ടേഴ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നത്. ഫ്ലോറൽ ക്യാരക്ടേഴ്സ്, റൈറ്റ് ഓൺ ദ ഫ്ലോറൽ ക്യാരക്ടേഴ്സ് ഓഫ് ഫാമിലി സൊളാനേസിയ. ഇത് നമുക്ക് എങ്ങനെ ഈ എക്സാമിന് ചോദിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഫ്ലോറൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അത് ഫ്ലോറൽ ക്യാരക്ടേഴ്സ് നമുക്ക് എഴുതാനുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഹിന്റ് പോലെ ക്വസ്റ്റ്യനകത്ത് തരും. എന്നിട്ട് അത് നോക്കി നമ്മൾ ഫ്ലോറൽ ക്യാരക്ടേഴ്സ് ഫാമിലി സൊളാനേസിയുടെ ഫ്ലോറൽ ക്യാരക്ടേഴ്സ് ഓർഡറിൽ അങ്ങ് എഴുതിയാൽ മതി. ഇപ്പൊ ഫ്ലോറൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ആരൊക്കെ വരുമെന്ന് ഓർത്തോണം. ഇൻഫ്ലോറസൻസ്, ഫ്ലവർ, കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, കൈനീഷ്യം. അപ്പൊ അതിന് നേരെ എഴുതാനുള്ള വാക്കുകൾ നമുക്ക് ക്വസ്റ്റ്യനകത്ത് ഹിന്റ് ആയിട്ട് തരും. അത് നോക്കി കറക്റ്റ് ആ ഓരോ വാക്കുകൾ കോമായിട്ട് കറക്റ്റ് അങ്ങ് എഴുതിയാൽ മാത്രം മതി. അപ്പം ഫാമിലി സൊളാനേസിയുടെ ഫ്ലോറൽ ക്യാരക്ടേഴ്സ്, ഫ്ലവറിന്റെ സവിശേഷതകൾ, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്. അത് ഉറപ്പായിട്ട് എക്സാമിന് വരുന്നതും. പിന്നെ ആ ഫ്ലോറൽ ക്യാരക്ടേഴ്സ് നോക്കിയതിന് ശേഷം ഈ ഫാമിലി സൊളാനേസിയുടെ ഫ്ലോറൽ ഡയഗ്രം നമുക്ക് ടെസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. ആ ഡയഗ്രം അതുപോലെ ഉറപ്പായിട്ട് നമുക്ക് ക്വസ്റ്റ്യനകത്ത് തരുന്ന ഫ്ലോറൽ ഡയഗ്രം തന്നിട്ട് അതിൽ നിന്ന് നമ്മൾ അതിന്റെ ഫോർമുല എഴുതാനായിട്ട് പറയും. ഓക്കെ, അപ്പൊ ഫാമിലി സൊളാനേസിയുടെ ഫ്ലോറൽ ക്യാരക്ടേഴ്സും എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കണം. പിന്നെ അത് കൂടാതെ ഈ ഫാമിലിയുടെ ഫ്ലോറൽ ഡയഗ്രം ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് ആ ഡയഗ്രം നോക്കി അതിന്റെ ഫ്ലോറൽ ഫോർമുല എങ്ങനെയാണ് നമുക്ക് എഴുതാൻ പറ്റുന്നത്. ആ ഫ്ലോറൽ ഫോർമുല എഴുതാനായിട്ട് ചോദിക്കും. അത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ്. ഫ്ലോറൽ ഡയഗ്രം നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ട് അത് നോക്കി നമുക്ക് അതിന്റെ ഫ്ലോറൽ ഫോർമുല എഴുതാനായിട്ട് പറയും. ഓക്കെ, അപ്പൊ ആ ഫ്ലോറൽ ഫോർമുലയും നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. ഫ്ലോറൽ ഡയഗ്രം നമുക്ക് ക്വസ്റ്റ്യൻ അത് തരും. അത് നോക്കി നമ്മൾ അതിന്റെ ഫോർമുല മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ഇത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് അടുത്ത നമ്മൾ നോക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു ടോപ്പിക്കാണ്. ഇൻഫ്ലോറസൻസിനെ നമ്മൾ 2ആയിട്ട് തിരിക്കും, റസിമോസ്, സൈമോസ്. അതിൽ റസിമോസും സൈമോസും എന്താണെന്ന് മനസ്സിലാക്കി വെച്ചോളാം. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പിടകളിന്റെ 2 സൈഡിലും ക്ലസ്റ്റേഴ്സ് ആയിട്ട് ഫ്ലവേഴ്സ് അറൈസ് വരുന്നതാണ് റസിമോസ്. പിടകളിന്റെ ടിപ്പിൽ മാത്രം ക്ലസ്റ്റേഴ്സ് ആയിട്ട് ഫ്ലവർ അറൈസ് വരുന്നതാണ്
സൈമോസ്. അപ്പൊ ആ ഇൻഫ്ലോറസൻസ് എന്ന് പറഞ്ഞാൽ പൂങ്കുല എന്നാണ് നമ്മൾ പറയുന്നത്. അത് തന്നെ കൊലയായിട്ട് പൂക്കൾ ഡെവലപ്പ് ചെയ്ത് വരുന്ന രണ്ട് രീതിയിലാണ്, ഒന്ന് റസിമോസ്, രണ്ട് സൈമോസ്. അത് നമ്മളുടെ ഡിഫറൻസ് ഒന്ന് പഠിച്ചു വെച്ചോ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡന്റിഫൈ ഹൈപ്പോഗൈനസ്, പെരിഗൈനസ് ആൻഡ് എപ്പിഗൈനസ് ഫ്ലവേഴ്സ്. നമുക്ക് ഈ ഹൈപ്പോഗൈനസ്, പെരിഗൈനസ്, എപ്പിഗൈനസ്, ചിലപ്പം ഹൈപ്പോഗൈനസ് ഫ്ലവറും പെരിഗൈനസ് ഫ്ലവറും ഡിഫൈൻ ചെയ്യാനായിട്ട് ചോദിക്കും. ചിലപ്പോൾ നമുക്ക് ഇതിന്റെ ഡയഗ്രം തന്നിട്ട് ഇത് ഏത് ടൈപ്പ് ഓഫ് ഫ്ലവർ ആണ് ഐഡന്റിഫൈ ചെയ്യാനാണ് ചോദിക്കുന്നത്. അപ്പൊ അതെന്താണെന്ന് നമ്മളൊന്ന് പഠിച്ചു വെക്കണം. അതിന്റെ ആ ഫ്ലവർ ഐഡന്റിഫൈ ചെയ്യാനും നമ്മളൊന്ന് മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ടെസ്റ്റിനകത്ത് ഓൾറെഡി ഈ ഹൈപ്പോഗൈനസ് ഫ്ലവർ, പെരിഗൈനസ് ഫ്ലവർ, എപ്പിഗൈനസ് ഫ്ലവർ അതുമായിട്ട് റിലേറ്റ് ചെയ്ത 4 ഡയഗ്രം കിടപ്പുണ്ട്. അതിൽ ആദ്യത്തെ ഡയഗ്രം എന്ന് പറഞ്ഞാൽ ഹൈപ്പോഗൈനസ് ആണ്. പിന്നെ നമ്മൾ ടെസ്റ്റിനകത്ത് NCERT ടെസ്റ്റിനകത്ത് കിടക്കുന്ന രണ്ടാമത്തെ, മൂന്നാമത്തെ പെരിഗൈനസ് ഫ്ലവർ ആണ്. 4മത്തെയാണ് എപ്പിഗൈനസ് ഫ്ലവർ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ടോപ്പിക്സ് ഈ ചാപ്റ്ററിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കണം. മനസ്സിലാക്കിയെടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈ ടോപ്പിക്കിൽ നിന്ന് തന്നെ ഇത്രയും ടോപ്പിക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ കംപ്ലീറ്റ് ക്വസ്റ്റ്യനും കിട്ടിയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത അനാട്ടമി ഓഫ് ഫ്ലവർ പ്ലാന്റ്സ്, ആ ചാപ്റ്ററിനകത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. മൊത്തം 35 ക്വസ്റ്റ്യൻസ് ആണ്, 35 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് തരുന്നത്. മക്കളെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് നിങ്ങൾ നോക്കണം. നോക്കിയിട്ട് എക്സാം എഴുതിക്കൂ, ഫുൾ മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ ഈ 9 ചാപ്റ്ററിൽ നിന്നാണ് സെലക്ട് ചെയ്യുമ്പോൾ വെറും 35 ക്വസ്റ്റ്യൻസ് മാത്രമാണ് തരുന്നത്. 1 മണിക്കൂർ കൊണ്ട് ജസ്റ്റ് നോക്കാനുള്ളതേ ഉള്ളൂ ഈ 35 ക്വസ്റ്റ്യൻസ്. ആ 1 മണിക്കൂർ ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ ഈ 35 ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബോട്ടണിയുടെ 30 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ചാപ്റ്റർ നോക്കാം. അടുത്ത അനാട്ടമി ഓഫ് ഫ്ലവർ പ്ലാന്റ്. ഈ ഒരു ചാപ്റ്ററിനകത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഇതിനകത്ത് ആദ്യമേ നമ്മൾ നോക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഐഡന്റിഫൈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാസ്കുലർ ബണ്ടിൽസ്. വാസ്കുലർ ബണ്ടിൽസ് ഏതൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്യാൻ, അതിന്റെ ഡയഗ്രം നമ്മുടെ ടെസ്റ്റിനകത്ത് കിടപ്പുണ്ട്. ആ ഡയഗ്രം നമുക്ക് അതുപോലെ ക്വസ്റ്റ്യനകത്ത് വരും. ക്വസ്റ്റ്യനകത്ത് അത് കഴിഞ്ഞാൽ അത് ഏത് ടൈപ്പ് വാസ്കുലർ ബണ്ടിലാണ് ഐഡന്റിഫൈ ചെയ്താൽ മാത്രം മതി. അപ്പൊ വാസ്കുലർ ബണ്ടിൽസിൽ തന്നെ നമ്മൾ വാസ്കുലർ ബണ്ടിൽസിനെ രണ്ടായിട്ടാണ് തിരിക്കുന്നത്, കൺജോയിന്റ്, റേഡിയല്. കൺജോയിന്റ് തന്നെ 2 ടൈപ്പ് ഉണ്ട്, കൺജോയിന്റ് ഓപ്പൺ, കൺജോയിന്റ് ക്ലോസ്ഡ്. അപ്പൊ കൺജോയിന്റ് ഓപ്പൺ, കൺജോയിന്റ് ക്ലോസ്ഡ്, അതുപോലെ റേഡിയൽ, ഈ 3 ഡയഗ്രമാണ് നമുക്ക് തന്നിരിക്കുന്നത്. മനസ്സിലായാലും? അപ്പൊ ആ ഡയഗ്രമാണ് നമ്മളൊന്ന് നോക്കേണ്ടത്. അത് ഉറപ്പായിട്ട് നോക്കേണ്ടതാണ്. ഉറപ്പായിട്ട് നമുക്ക് ക്വസ്റ്റ്യനകത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ കിടപ്പുണ്ട്. ടിഷ്യൂ സിസ്റ്റം പൊതുവെ ഫ്ലവർ പ്ലാന്റ്സിൽ നമുക്ക് 3 വ്യത്യസ്ത തരത്തിലുള്ള ടിഷ്യൂ സിസ്റ്റമാണ് കാണാൻ കഴിയുന്നത്. ഒന്ന് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം, 2 വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം, 3 ഫണ്ടമെന്റൽ ഓർ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം. ആ ടിഷ്യൂ സിസ്റ്റത്തിനകത്ത് രണ്ടാമത്തെ വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം നോക്കുമ്പോഴാണ് അതിനകത്ത് നമുക്ക് വാസ്കുലർ ബണ്ടിൽസ് കിട്ടുന്നത്. ഓക്കെ, വാസ്കുലർ ബണ്ടിൽസ് ഏതൊക്കെ ടൈപ്പ് വാസ്കുലർ ബണ്ടിൽസ് ആണ് നമ്മൾ ഇന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് 3 ഡയഗ്രം ടെസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. ആ ഡയഗ്രം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി മനസ്സിലാക്കുക. അത് എന്നിട്ട് കൺജോയിന്റ് ഓപ്പൺ, കൺജോയിന്റ് ക്ലോസ്ഡ്, റേഡിയൽ, അത് 3 ഒന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് മനസ്സിലാക്കുക. അതാണ്, അതിനെക്കുറിച്ച് നമുക്ക് എഴുതുവൊന്നും വേണ്ട. ഐഡന്റിഫൈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാസ്കുലർ ബണ്ടിൽസ്. ഓക്കെ, അടുത്തത് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഡൈക്കോട്ട് സിസ്റ്റം ആൻഡ് മോണോക്കോട്ട് സിസ്റ്റം. വാസ്കുലർ ബണ്ടിൽസിന്റെ ആ ഡയഗ്രം നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ നോക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡൈക്കോട്ട് സിസ്റ്റമും മോണോക്കോട്ട് സിസ്റ്റമും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, പിന്നെ അതിന് മുമ്പ് ഡൈക്കോട്ട് റൂട്ടും മോണോക്കോട്ട് റൂട്ടും ഉണ്ട്. അതിനെ റിലേറ്റ് ചെയ്ത് നമുക്ക് 1 വേർഡ് പോലുള്ള ക്വസ്റ്റ്യൻസ് കയറി വരും. ആ 1 വേർഡ് പോലെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് തൊട്ട് പുറഞ്ഞ് അതിന്റെ വീഡിയോസ് നിങ്ങൾക്ക് തൊട്ട് പുറഞ്ഞ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഡൈക്കോട്ട് സിസ്റ്റമും മോണോക്കോട്ട് സിസ്റ്റമും തമ്മിലുള്ള ഡിഫറൻസ് ഒരു മിനിമം ഒരു 4 പോയിന്റുകൾ നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, പിന്നെ അത് കൂടാതെ
ഈ ഡൈക്കോട്ട് സ്റ്റെമിന്റെയും മോണോക്കോട്ട് സ്റ്റെമിന്റെയും എല്ലാർജ് ഡയഗ്രാം നമ്മളൊന്ന് ആ ഡിഫറൻസ് പഠിക്കുമ്പോൾ അതിന്റെ ആ എല്ലാർജ് ഡയഗ്രാം കൂടെ നോക്കണം. ചിലപ്പം ഈ എല്ലാർജ് ഡയഗ്രാം നമുക്ക് എന്ത് ചെയ്യും, ക്വസ്റ്റിനകത്ത് തന്നിട്ട് അതിന്റെ ഏതെങ്കിലും ഒരു 4 പാർട്ടുകൾ ലേബൽ ചെയ്യാനായിട്ട് ചോദിക്കും. ഓക്കെ, അപ്പം അതുള്ള ഡിഫറൻസും അതിന്റെ എല്ലാർജ് ഡയഗ്രാം ഒന്ന് ഫോക്കസ് ചെയ്യാൻ മറക്കരുത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിഫറൻസ് ചോദിച്ചില്ലെങ്കിൽ ഡയഗ്രാം തന്നിട്ട് അതിന്റെ ഏതെങ്കിലും 3-4 പാർട്ടുകൾ ലേബൽ ചെയ്യാനാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പം അതിന്റെ ഡിഫറൻസും ആ എല്ലാ ഡയഗ്രാം ഒന്ന് ഫോക്കസ് ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് ഡൈക്കോട്ട് സ്റ്റെമും മോണോക്കോട്ട് സ്റ്റെമും കഴിഞ്ഞാൽ തൊട്ട് അടുത്ത ടോപ്പിക്കായിട്ട് കിടക്കുന്നതാണ് ഡൈക്കോട്ട് ലീഫ്, മോണോക്കോട്ട് ലീഫ്. അതായത് ഡിസ്ട്രിബ്യൂഷൻ ബിറ്റ്വീൻ ഡൈക്കോട്ട് ലീഫ് ആൻഡ് മോണോക്കോട്ട് ലീഫ്. ഡൈക്കോട്ട് ലീഫും മോണോക്കോട്ട് ലീഫും തമ്മിലുള്ള ഡിഫറൻസ്, അതിന്റെ ഒരു 4 പോയിന്റുകളൊന്ന് പഠിച്ചു വെക്കുക. അത് സിമ്പിളാണ്. നമ്മൾ ആ ഡയഗ്രത്തെ നോക്കി ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഡയഗ്രാം നമ്മൾ ജസ്റ്റ് ഡയഗ്രാം ഒന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഡിഫറൻസ് കൂടി കിട്ടും. ഓക്കെ, അതായത് ഡൈക്കോട്ട് സ്റ്റെമിനകത്ത് ലോവർ എപ്പിഡെമിസിലാണ് സ്റ്റൊമേറ്റ, മോണോക്കോട്ടിനകത്ത് അപ്പർ എപ്പിഡെമിസിൽ ലോവർ എപ്പിഡെമിസിൽ സ്റ്റൊമേറ്റ വരുന്നുണ്ട്. പിന്നെ ഡൈക്കോട്ടിനകത്ത് മീസോഫിലീസ് ഡിഫറൻഷിയേറ്റഡ് ഇൻടു പാലിസഡ് ആൻഡ് സ്പോഞ്ചി, മറ്റേതിനകത്ത് നോട്ട് ഡിഫറൻഷിയേറ്റഡ് ആണ് അല്ലെ. അങ്ങനെ ആ ഡിഫറൻസ് നമ്മളൊന്ന് നോക്കി മനസ്സിലാക്കിയാണ്. അപ്പൊ ഒരു 4 പോയിന്റ് വെച്ച് അതിന്റെ ആ ഡിഫറൻസ് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഡൈക്കോട്ട് ലീഫും മോണോക്കോട്ട് ലീഫും തമ്മിലുള്ള ഡിഫറൻസ് ഒരു 4 പോയിന്റുകളൊന്ന് മനസ്സിലാക്കണം. പ്ലസ് അത് കൂടാതെ അതിന്റെ കൂടെ എല്ലാവരും ഡയഗ്രാം ഒന്ന് ഫോക്കസ് ചെയ്തു. ഓക്കെ, അപ്പൊ സ്റ്റെമ്മ് ചോദിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ട് ലീഫ് ചോദിച്ചിരിക്കും. ഇതിലേതെങ്കിലും ഒരെണ്ണം മാത്രമേ ചോദിക്കത്തുള്ളൂ. അപ്പോൾ അത് നമ്മൾ പക്ഷെ അത് അതിനകത്ത് സ്റ്റെമ്മും ലീഫും ഒന്ന് ഫോക്കസ് ചെയ്യണം. റൂട്ട് നമ്മൾ ഇമ്പോർട്ടന്റ് പറയുന്നില്ല. റൂട്ടിനെ ബേസ് ചെയ്ത് വരുന്ന 1 വേർഡ് പോലെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമ്മൾ താഴോട്ട് ഇതിന്റെ ആൻസർ കീ വരുമ്പോഴത്തേന് ഇതിന്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസർ കീ അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ ഉള്ള വീഡിയോസ് നിങ്ങൾക്ക് തൊട്ടുപുറകെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഈ 3 ടോപ്പിക്സ് അല്ലെങ്കിൽ ഈ 3 ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യുക. അപ്പോൾ മക്കളെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് മുഴുവൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയും. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ചാപ്റ്റർ നോക്കാം. അടുത്തായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്ത ചാപ്റ്റർ എന്ന് പറയുമ്പോൾ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്. സെല്ലിനെ ബേസ് ചെയ്ത് നമുക്ക് 2 ചാപ്റ്റർ പഠിക്കാനുണ്ട് അല്ലെ. ഈ 2 ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ചാപ്റ്ററാണ്. വളരെയധികം വെയിറ്റേജ് ഉള്ള 2 ചാപ്റ്ററാണ്. കാരണം ഈ 2 ചാപ്റ്ററിനോട് ഏകദേശം ഒരു 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് എക്സാമിന് നമുക്ക് വരുന്നത്. അപ്പൊ ഇത് വളരെയധികം വെയിറ്റേജ് ഉള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ചാപ്റ്ററാണ്. ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്സ് ഏതൊക്കെയെന്ന് നോക്കാം. അപ്പൊ ഈ 2 ചാപ്റ്ററിനകത്തിലെ ആദ്യത്തെ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്. അപ്പൊ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. ആ ടോപ്പിക്സ് ഉറപ്പായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻസ് ഈ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന മുഴുവൻ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മക്കളെ. ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഫ്ലൂയിഡ് മൊസൈക് മോഡൽ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ. ഇപ്പൊ സെൽ മെംബ്രെയിനിന്റെ സ്ട്രക്ചർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് കമ്പോസ് ചെയ്തിരിക്കുന്ന ലിപ്പിഡിന്റെയും പ്രോട്ടീന്റെയും തന്മാത്രകളാണ്. ഇത് ആദ്യമായിട്ട് കണ്ടെത്തിയത് സിംഗർ ആൻഡ് നിക്കോൾസ് എന്ന് പറഞ്ഞ 2 സയന്റിസ്റ്റുകളാണ്. അവര് പറയുന്നത് ഒരു ക്വാസി ഫ്ലൂയിഡ് മൊസൈക് മോഡലിലാണ് സെൽ മെംബ്രെയിനകത്ത് ലിപ്പിഡും പ്രോട്ടീനും ക്രമീകരിച്ചിരിക്കുന്നത്. അതാണ് ഫ്ലൂയിഡ് മൊസൈക് മോഡൽ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ. അതായത് സെൽ മെംബ്രെയിൻ അഥവാ പ്ലാസ്മ മെംബ്രെയിന്റെ ഘടന, സ്ട്രക്ചർ, അതാണ് ഫ്ലൂയിഡ് മൊസൈക് മോഡൽ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഇത് ഒരുപാട് എക്സാംസ്, ഒരുപാട് തവണ ആനുവൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ ചോദിച്ചിട്ടുള്ളതാണ്. ഇതപ്പം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടതാണ്. അടുത്തത് ഡിഫൈൻ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആൻഡ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. നമുക്കറിയാം റൈബോസോമുകൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. റൈബോസോംസ് ആബ്സെന്റ് ആയിട്ടുള്ള എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇതിന്റെ ഡെഫിനിഷൻ പഠിച്ചോണം. ഓക്കെ, അടുത്തത് സ്റ്റേറ്റ് ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ദ ഫ്ലോയിങ്. അപ്പൊ നമുക്ക് സെല്ലിനകത്ത് കാണപ്പെടുന്ന കുറെ സെൽ ഓർഗനൈസേഴ്സിന്റെ ഫങ്ഷൻസ് പഠിക്കാനുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെൽ ഓർഗനൈസേഴ്സ് ഏതൊക്കെയാണ്? റൈബോസോം, അതിന്റെ ഫങ്ഷൻ, ലൈസോസോം,
അതുപോലെ ക്രോമസോം, അതുപോലെ തന്നെ പെറോക്സിസോം. പെറോക്സിസോം പ്ലാന്റ് സെല്ലിൽ മാത്രം കാണപ്പെടുന്ന സെൽ ഓർഗനിലാണ്. ഓക്കെ, ഇതിന്റെ എല്ലാം ഫങ്ഷൻസ് എന്തൊക്കെയാണ്? അതുകൂടാതെ നമുക്ക് വൺ വേർഡ് ആയിട്ട് ചോദിക്കുന്ന സൂയിസൈഡൽ ബാഗ്സ് എന്നറിയപ്പെടുന്ന ആരാണ്? ലൈസോസോം. അങ്ങനെ വൺ വേർഡ് ആയിട്ട് ചോദിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസും ഉണ്ട്. ഓക്കെ, അപ്പം റൈബോസോമിന്റെയും ലൈസോസോം, അതുപോലെ തന്നെ ക്രോമസോം, പെറോക്സിസോം, ഇതിന്റെ എല്ലാം ഒറ്റ സെന്റൻസ് ആയിട്ട് എഴുതിയാൽ മതി ഇതിന്റെ ഫങ്ഷൻസ്. ഓക്കെ, ഇപ്പൊ റൈബോസോമിന്റെ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ സിന്തസിസ്, അങ്ങനെ ഓരോ സെന്റൻസ് ആയിട്ട് വേണമല്ല എഴുതാനായിട്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ എല്ലാ ഫങ്ഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊന്ന് ഫോക്കസ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ സ്ട്രക്ചർ ഓഫ് മൈറ്റോകോൺട്രിയ. സ്ട്രക്ചർ ഓഫ് മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ എഴുതാനല്ല ചോദിക്കുന്നത്, ഇതിന്റെ ഡയഗ്രമാണ് നമുക്ക് തരുന്നത്. ഡയഗ്രം തന്നിട്ട് ഏതെങ്കിലും ഒരു 3-4 പാർട്ടുകൾ ലേബൽ ചെയ്യാനാണ് ചോദിക്കുന്നത്. ഇത് നമ്മൾ റെസ്പിറേഷൻ പ്ലാന്റ്സ് വരുമ്പോഴത്തേനും അതിനകത്തും വരുന്നുണ്ട് മൈറ്റോകോൺട്രിയയുടെ സ്ട്രക്ചർ. പിന്നെ ക്ലോറോപ്ലാസ്റ്റിന്റെയും കൂടെ സ്ട്രക്ചർ, അത് ഫോട്ടോസിന്തസിസ് വരുമ്പോൾ അതിനകത്ത് നമുക്ക് സ്ട്രക്ചർ വരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഈ ക്ലോറോപ്ലാസ്റ്റ് മൈറ്റോകോൺട്രിയ എടുക്കുവാണെങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയയുടെ സ്ട്രക്ചർ ഉദ്ദേശിക്കുന്നത് എഴുതാനല്ല ചോദിക്കുന്നത്, പകരം അതിന്റെ ഡയഗ്രം തന്നിട്ട് എന്തുവാണ് കുറച്ച് പാർട്ടുകൾ ലേബൽ ചെയ്യാനാണ് ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കിയെങ്കിൽ നമുക്ക് അതിന്റെ പാർട്ടുകൾ ലേബൽ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ആ സ്ട്രക്ചർ ഡയഗ്രം ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഡയഗ്രം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഓരോ പാർട്ടുകൾ കറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതാണ് സ്ട്രക്ചർ ഓഫ് മൈറ്റോകോൺട്രിയ അത് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എഴുതാനല്ല, അതിന്റെ ഡയഗ്രം മാത്രം ഒന്ന് ഫോക്കസ് ചെയ്യാനാണ് ചോദിക്കുന്നത്. ഓക്കെ, അടുത്തത് എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രോമസോംസ്. നമ്മൾ ഈ സെല്ലിന്റെ ഈ ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ക്രോമസോം തന്നെ ഏതെല്ലാം ടൈപ്പ് ഉണ്ട്, അതിന്റെ ഓരോ പെക്യൂലിയാരിറ്റീസ് എഴുതാനായിട്ട് ചോദിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് കിടക്കുന്നതാണ് ക്രോമസോം. ക്രോമസോം ഏതൊക്കെയാണ്? അതിന്റെ ക്രോമസോമിനെ നമ്മൾ മെറ്റാസെൻട്രിക്, സബ് മെറ്റാസെൻട്രിക്, ആക്രോസെൻട്രിക്, ടീഗോസെൻട്രിക് എന്നിങ്ങനെ ക്ലാസ് ചെയ്യുന്നുണ്ട്. ആ ക്രോമസോമിന്റെ എല്ലാം പടം നമുക്ക് ടെസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. ആ ഡയഗ്രം നോക്കിയിട്ട് അത് ഏത് ടൈപ്പ് ക്രോമസോം ആണെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് അതിന്റെ ഓരോ പെക്യൂലിയാരിറ്റീസ് എഴുതാനായിട്ട് ഓരോ സെന്റൻസ് എന്ത് ചെയ്യാൻ മതി. നമ്മുടെ ടെസ്റ്റിനകത്ത് തന്നെ കിടപ്പുണ്ട് ലാസ്റ്റ്. സെൻട്രോമിയർ ഈസ് നിയർ ദ എൻഡ് ഓഫ് ദ ക്രോമസോം, മിഡിൽ ഓഫ് ദ ക്രോമസോം എന്ന് പറഞ്ഞ ഓരോരോ സെന്റൻസുകളായിട്ട് കിടക്കണം. ആ സെന്റൻസ് ആണ് എഴുതേണ്ടത്, ഒറ്റ സെന്റൻസ് മതി. പെക്യുലാരിറ്റീസ്. അപ്പൊ ആദ്യം കുറച്ച് ഒരു 3-4 ക്രോമസോമിന്റെ ഡയഗ്രം നമുക്ക് തരും. തന്നിട്ട് ഇത് ഏത് ടൈപ്പ് ക്രോമസോം ആണ് ഐഡന്റിഫൈ ചെയ്യാൻ പറയും. എന്നിട്ട് ഈ ക്രോമസോമിന്റെ എല്ലാം ഓരോ പെക്യുലാരിറ്റീസ് എഴുതാൻ ചോദിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരു കാരണവശാലും അത് നോക്കാതിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ ഇത്രയും ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ചാപ്റ്ററിൽ നിന്ന് കവർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും. ഓക്കെ ഓക്കെ മക്കളെ, ഇത് ഒരു കാരണവശാലും സെല്ലിന്റെ ഈ 2 ചാപ്റ്ററും ഒരു കാരണവശാലും നോക്കാതിരിക്കരുത്. ഈ 2 ചാപ്റ്റർ പഠിക്കുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് പാസ് മാർക്കിനുള്ള മാർഗായി എന്നുള്ളതാണ്. പാസ്സാകാനുള്ള കറക്റ്റ് മാർഗായി. ഓക്കെ, ഇനി നമുക്ക് സെല്ലിന്റെ അടുത്ത ചാപ്റ്ററിലേക്ക് വരാം. സെല്ലിന്റെ അടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ ആണ്. ആ ചാപ്റ്ററിനകത്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാന്ന് നോക്കാം, അല്ലെങ്കിൽ ടോപ്പിക്സ് ഏതൊക്കെയാന്ന് നോക്കാം. ഓക്കെ, അടുത്ത സെല്ലിനെ ബേസ് ചെയ്ത് വരുന്ന അടുത്ത ചാപ്റ്ററാണ് സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ. അപ്പൊ ഈ ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാന്ന് നോക്കാം, അല്ലെങ്കിൽ ടോപ്പിക്സ് ഏതൊക്കെയാന്ന് നോക്കാം. അപ്പൊ ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് പഠിക്കാനുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന്, എന്താണ് സെൽ സൈക്കിൾ, അല്ലെ? പിന്നെ സെൽ ഡിവിഷൻ എന്താണ്? സെൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു സെല്ലിന്റെ ലൈഫ് പീരീഡ് ഫുള്ളായിട്ട് എടുക്കുന്നതിനെയാണ് സെൽ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ഒരു സെല്ലിന്റെ സെൽ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത് 2 സ്റ്റേജുകളായിട്ടാണ്. ഒന്ന് എസ് ഫേസ്, പിന്നെ അത് വരുന്നത്. അപ്പോൾ ഒരു സെല്ലിന്റെ സെൽ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത് 2 സ്റ്റേജുകളായിട്ടാണ്. ഒന്ന് ഇന്റർഫേസ്, 2 എം ഫേസ്. ഇന്റർഫേസിന് തന്നെ വീണ്ടും 3 സ്റ്റേജുകളുണ്ട്. G1 ഫേസ്, എസ് ഫേസ്, G2 ഫേസ്, അല്ലെ? അപ്പൊ ഈ സെൽ സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പൈ ഡയഗ്രം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാനാണ് ചോദിക്കുന്നത്. ഓക്കെ, പൈ ഡയഗ്രം കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ചോദിക്കും. അത് പൈ ഡയഗ്രം കൺസ്ട്രക്ട് ചെയ്തതിനു ശേഷം
ആ ഓരോ സ്റ്റേജിലും, അതായത് G1 ഫേസ്, G2 ഫേസ്, S ഫേസ്, ഈ സ്റ്റേജുകളിലൊക്കെ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഈവൻസ് എന്തൊക്കെയാണ്, പ്രധാനപ്പെട്ട ആ സ്റ്റേജുകളിൽ നടക്കുന്ന പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ്, ഓക്കെ, അത് എഴുതാനായിട്ട് ചോദിക്കുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അതാണ് നമ്മുടെ ഫസ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കൺസ്ട്രക്ട് എ പൈ ഡയഗ്രം ഷോയിങ് ദ ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് സെൽ സൈക്കിൾ. ഓക്കെ, പിന്നെ സ്റ്റേറ്റ് ദ മേജർ ഈവന്റ്സ് occurring in G1 phase, S phase and G2 phases. അപ്പൊ ഇന്റർഫേസിൽ തന്നെ 3 സ്റ്റേജുകളുണ്ട്: G1 phase, S phase, G2 phase. ഓക്കെ, അപ്പൊ ആ ഓരോ സ്റ്റേജുകളിൽ നടക്കുന്ന പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ G1 ഫേസിൽ DNA റെപ്ലിക്കേഷനുള്ള ഒരു പ്രിപ്പറേഷനിൽ എത്തും. S ഫേസിൽ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ DNA നിന്ന് RNA ഉണ്ടാവും. പിന്നെ RNA നിന്ന് പ്രോട്ടീൻ നിർമ്മിക്കും. അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചില വൺ വേർഡ് പോലെ നിങ്ങൾക്ക് ചോദിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അത് തൊട്ട് പുറകിലുള്ള വീഡിയോസിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഈ 3 ഇന്റർഫേസിന്റെ സ്റ്റേജുകളാണ് ഏത്? G1 ഫേസ്, S ഫേസ്, G2 ഫേസ്. G2 ഫേസിന്റെ അവസാനം സെൽ ഡിവൈഡ് ചെയ്ത് മാറുക, അതാണ് M ഫേസ് അഥവാ മൈറ്റോട്ടിക് ഫേസ്. അപ്പം സെൽ സൈക്കിളിന്റെ ഒരു പൈ ഡയഗ്രം കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ചോദിക്കും. എന്നിട്ട് ആ പൈ ഡയഗ്രത്തിനകത്ത് നമ്മൾ ഈ സ്റ്റേജുകളെല്ലാം കാണിക്കണം. അപ്പൊ ഈ ഓരോ സ്റ്റേജുകളിലും നടക്കുന്ന പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, ആ ഓരോ സ്റ്റേജിൽ എത്തുമ്പോഴും സെല്ലിനകത്ത് നടക്കുന്ന പ്രോസസ്സുകൾ അല്ലെങ്കിൽ സെല്ലിനകത്ത് നടക്കുന്ന പ്രക്രിയകൾ, എന്തൊക്കെ പ്രവർത്തനങ്ങൾ സെല്ലിനകത്ത് നടക്കും, അതാണ് ഈവന്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സെൽ ഡിവിഷനിലേക്കാണ് വരുന്നത്. സെൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഒരു പേരന്റൽ സെൽ ഡിവൈഡ് ചെയ്ത് 2 അതിൽ കൂടുതലോ ഡോട്ടർ സെൽസ് ആയിട്ട് മാറുന്നതാണ് സെൽ ഡിവിഷൻ. സെൽ ഡിവിഷൻ തന്നെ 2 ടൈപ്പ് ഉണ്ട്. സെൽ ഡിവിഷൻ നമ്മൾ 2 ആയിട്ട് തിരിക്കും: മൈറ്റോസിസ്, മിയോസിസ്. മൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ ഒരു പേരന്റൽ സെൽ ഡിവൈഡ് ചെയ്ത് 2 ഡോട്ടർ സെൽസ് ആയിട്ട് മാറും. മിയോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേരന്റൽ സെൽ ഡിവൈഡ് ചെയ്ത് 4 ഡോട്ടർ സെൽസ് ആയിട്ട് മാറും. ഓക്കെ, ഇനി മൈറ്റോസിസിന് ഉള്ള സ്റ്റേജുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സ്റ്റേജുകളുണ്ട്: പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടെലോഫേസ്. ഓക്കെ, അപ്പൊ ആ ഓരോ സ്റ്റേജിലും നടക്കുന്ന പ്രധാനപ്പെട്ട സെല്ലിനകത്ത് നടക്കുന്ന പ്രക്രിയകൾ എന്തൊക്കെയാണ്? ആ പ്രോഫേസിൽ എത്തുമ്പോൾ അനാഫേസ്, പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടെലോഫേസ്, ഈ ഓരോ സ്റ്റേജുകളിലേക്ക് കടക്കുമ്പോൾ സെല്ലിനകത്ത് എന്തൊക്കെ ഈവന്റ്സ് ആണ് നടക്കുന്നത്? അത് ഈ 2 പോയിന്റുകൾ വീതം ആ ഓരോ സ്റ്റേജിൽ നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്ന് ഈ 2 പോയിന്റുകൾ വീതം നമ്മൾ പഠിച്ചു വെച്ചാണ്. അത് എക്സാമിൽ ഇത് ചോദിക്കുന്നതാണ്. അത് നോക്കിയതിന് ശേഷം പിന്നെ മൈറ്റോസിസിന്റെ സിഗ്നിഫിക്കൻസ് ആണ് നമ്മൾ നോക്കേണ്ടത്. സിഗ്നിഫിക്കൻസ് ഓഫ് മൈറ്റോസിസ് നോക്കണം, അതുപോലെ സിഗ്നിഫിക്കൻസ് ഓഫ് മിയോസിസ്. മൈറ്റോസിസിന്റെ സ്റ്റേജുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കണം. ഓരോ സ്റ്റേജിലും സെല്ലിനകത്ത് നടക്കുന്ന ഈവന്റ്സ് എന്തൊക്കെയാണ്. അതുപോലെ മിയോസിസ് 2 സ്റ്റെപ്പുകളായിട്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഒന്ന് മിയോസിസ് 1, 2 മിയോസിസ് 2. മിയോസിസ് 1 തന്നെ 4 സ്റ്റേജുകളുണ്ട്. അതിൽ ആദ്യത്തെ പ്രോഫേസ് 1 തന്നെ വീണ്ടും 5 സ്റ്റേജുകളുണ്ട്. ആ 5 സ്റ്റേജിൽ നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് എന്തുണ്ട്, വൺ വേർഡ് പോലുള്ള ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, ഇത് തൊട്ട് പുറകിലുള്ള വീഡിയോസിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതിനകത്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടിപ്സ് അല്ലെങ്കിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർമ്മയിൽ വെക്കേണ്ട ടിപ്സ് എന്തൊക്കെയാണ്, അതെല്ലാം തൊട്ട് പുറകിലുള്ള വീഡിയോസിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം മൈറ്റോസിസിന്റെ സിഗ്നിഫിക്കൻസ് അതുപോലെ മിയോസിസിന്റെയും സിഗ്നിഫിക്കൻസ് നോക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട അടുത്തൊരു ടോപ്പിക്കാണ് റിസംബ്ലൻസസ് ബിറ്റ്വീൻ മൈറ്റോസിസ് ആൻഡ് മിയോസിസ്. അതായത് മൈറ്റോസിസും മിയോസിസും നടക്കുമ്പോൾ ആ മൈറ്റോസിസ് മിയോസിസ് എന്ന് പറയുന്ന ആ 2 പ്രോസസ്സിലും കോമൺ ആയിട്ട് നമുക്ക് നടക്കുന്ന ചില പ്രോസസ്സുകൾ എന്തൊക്കെയാണ്, അതാണ് റിസംബ്ലൻസസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ ആദ്യ സെൽ സൈക്കിളിന്റെ പൈ ഡയഗ്രം, പിന്നെ ആ ഓരോ സ്റ്റേജുകളിൽ നടക്കുന്ന ഈവന്റ്സ്, പിന്നെ മൈറ്റോസിസിന്റെ സ്റ്റേജുകൾ ഏതൊക്കെയാണ്, പിന്നെ മൈറ്റോസിസിന്റെ സിഗ്നിഫിക്കൻസ്, പിന്നെ മിയോസിസ് 1 മാത്രം നോക്കിയാൽ മതി. മിയോസിസ് 1ന്റെ 4 സ്റ്റേജുകളുണ്ട്: പ്രോഫേസ് 1, മെറ്റാഫേസ് 1, അനാഫേസ് 1, ടെലോഫേസ് 1. അതിലെ പ്രോഫേസ് 1നാണ് 5 സ്റ്റേജുകൾ. അത് മാത്രം നോക്കിയാൽ മതി. അതിനെ റിലേറ്റ് ചെയ്താണ് നമുക്ക് ക്വസ്റ്റ്യൻസ് കയറി വരുന്നത്. അതിനെ റിലേറ്റ് ചെയ്ത് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് കയറി വരും. സിനാപ്സിസ് ഫോം ചെയ്യുന്നത്, ബൈവാലന്റ് ക്രോമസോം ഉണ്ടാകുന്നത്,
ക്രോസിംഗ് ഓവർ നടക്കുന്ന കൈലാസ്മ ഫോം ചെയ്യുന്ന ഏത് സ്റ്റേജിലാണ്, അങ്ങനെ ഏത് സ്റ്റേജാണെന്ന് നമുക്ക് എടുത്തെഴുതാനായിട്ട് ചോദിക്കും. ഓക്കെ, അത് നിങ്ങൾക്ക് അതിന്റെ എല്ലാം വീഡിയോസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും ടോപ്പിക്സ് നമ്മൾ ഇതിനകത്തുനിന്ന് ഫോക്കസ് ചെയ്യണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഇതിന്ന് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന, അപ്പൊ ഇത്രയും ടോപ്പിക്സ് നമ്മളൊന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന മുഴുവൻ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ കഴിയും. ഓക്കെ, നമുക്കിനി അപ്പം അടുത്ത ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് അല്ലെങ്കിൽ അടുത്ത ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് അടുത്ത ചാപ്റ്ററിന്റെ പേരാണ് ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ്. ബോട്ടണിയുടെ അടുത്ത ചാപ്റ്ററാണ് ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ്. ഇത് ഫിസിയോളജിയുടെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ഫിസിയോളജിയെ ബേസ് ചെയ്ത് നമുക്ക് 5 ചാപ്റ്റർ ഓൾറെഡി പഠിക്കാനുണ്ട്. അതിൽ 2 ഡിലേറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ പോയിട്ട് 3 ചാപ്റ്ററേ ഉള്ളൂ. അപ്പൊ ഈ 3 ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, വളരെ കൂടുതൽ മാർക്ക് ചോദിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ് ഈ ഫോട്ടോസിന്തസിസ്. പിന്നെ വരുന്ന റെസ്പിറേഷൻ, പിന്നെ വരുന്ന പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്സ്. അതിൽ ഫോട്ടോസിന്തസിസും റെസ്പിറേഷനുമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. വളരെ വെയിറ്റേജ് ഉള്ള 2 ചാപ്റ്ററാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ 2 ചാപ്റ്ററിൽ നിന്നാണ് കയറി വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ആദ്യം നമ്മൾ നോക്കേണ്ടതാണ് ഡിഫറൻസസ് ബിറ്റ്വീൻ സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ, നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ തമ്മിലുള്ള ഡിഫറൻസ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ പിഗ്മെന്റ് സിസ്റ്റം 1 മാത്രമേ ഇൻവോൾവ് ആകുന്നു. എനർജി സ്റ്റോർ ചെയ്തിരിക്കുന്ന മോളിക്യൂളുകളായിട്ടുള്ള ATP മാത്രമാണ് സിന്തസൈസ് ചെയ്യുന്നത്. ഫോട്ടോളിസിസ് അഥവാ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രോസസ് നടക്കുന്നില്ല. എന്നാൽ നോൺ സൈക്ലിക്കിനകത്ത് ATP NADPH ഉണ്ടാവും. അത് പിഗ്മെന്റ് സിസ്റ്റം 1 ഉം 2 ഇൻവോൾവ് ആകണം. അവിടെ ഫോട്ടോളിസിസ് നടക്കുന്നുണ്ട്. ഇലക്ട്രോൺസ് നോൺ സൈക്ലിക് മാർഗിലാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. മറ്റിടത്ത് സൈക്ലിക്കിൽ ഇലക്ട്രോൺ സൈക്ലിക് മാർഗിലാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഡിഫറൻസ് നമ്മളത് മനസ്സിലാക്കി വെക്കണം. പിന്നെ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ നമ്മൾ ടെസ്റ്റിനകത്ത് തന്നിരിക്കുന്ന ഒരു ഡയഗ്രം ഉണ്ട്. ആ ഡയഗ്രം നമുക്ക് തന്നിട്ട് അതിന്റെ ചില ഭാഗങ്ങൾ ഇങ്ങനെ ഡോട്ട് ഇട്ട് തരും. അപ്പൊ അവിടെ കറക്റ്റ് ആയിട്ട് വരുന്ന ആരാണെന്ന് നമ്മൾ ഫിൽ ചെയ്യണം. അപ്പൊ അതിന്റെ ഡയഗ്രവും സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷന്റെയും നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ തമ്മിലുള്ള ഡിഫറൻസും പിന്നെ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷന്റെ ആ ഡയഗ്രവും ഒന്ന് ഫോക്കസ് ചെയ്യണം മക്കളെ. അത് ഉറപ്പായിട്ട് കയറി വരുന്ന ക്വസ്റ്റ്യനാണ്. ഇത് നമ്മളുടെ ഡിഫറൻസ് ചോദിച്ചില്ലെങ്കിൽ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷന്റെ ഡയഗ്രം നമുക്ക് തരും. എന്നിട്ട് അതിന്റെ ചില ഭാഗങ്ങൾ ഡോട്ട് ഇട്ട് തരും. അവിടെ വരുന്ന കോമ്പൗണ്ട് അല്ലെങ്കിൽ എൻസൈം അല്ലെങ്കിൽ എനർജിയെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ATP ആണോ NADPH ആണോ അത് ആരാണ് കറക്റ്റ് ആയിട്ട് ചിലപ്പോൾ പിഗ്മെന്റ് സിസ്റ്റം ആയിരിക്കും. അവിടെ നമ്മൾ ഫിൽ ചെയ്യണം. ഇപ്പൊ ഡോട്ട് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ വരുന്ന കോമ്പൗണ്ട് അല്ലെങ്കിൽ മോളിക്യൂള് ആ ഡോട്ട് ഇട്ട് തരുന്നത് കറക്റ്റ് ആയിട്ട് വരുന്ന ആരാണ് അത് നമ്മളൊന്ന് ഫിൽ ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ടോപ്പിക്കാണ് കാൽവിൻ സൈക്കിൾ അഥവാ C3 സൈക്കിൾ. C3 സൈക്കിൾ ഒന്നുകിൽ C3 സൈക്കിളിന്റെ ഡയഗ്രം നിങ്ങൾക്ക് തന്നിട്ട് ചില ഇടവിട്ടിങ്ങനെ ഡോട്ട് ഇട്ട് തരും. അപ്പൊ ആ ഡോട്ട് ഇട്ട ഭാഗത്ത് വരുന്ന എന്താണെന്നുള്ള കാര്യം നമ്മൾ കറക്റ്റ് ആയിട്ട് എഴുതണം. കാർബോക്സിലേഷൻ, റിഡക്ഷൻ, റീജനറേഷൻ ഓഫ് RUBP അങ്ങനെ എഴുതണം, ഫിൽ ചെയ്യണം. അതിനുശേഷം പിന്നെ നമ്മൾ നോക്കേണ്ടത് കാൽവിൻ സൈക്കിൾ എത്ര സ്റ്റേജുകളായിട്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. 3 വ്യത്യസ്ത സ്റ്റേജുകളായിട്ടാണ് കാൽവിൻ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. 1 കാർബോക്സിലേഷൻ, 2 റിഡക്ഷൻ, 3 റീജനറേഷൻ ഓഫ് RUP. ഈ ഓരോ സ്റ്റേജസിലും ഓരോ സ്റ്റേജിനെ കുറിച്ചും 2-3 സെന്റൻസ്, മാക്സിമം ഒരു 2 സെന്റൻസ് എങ്കിലും മിനിമം എഴുതാൻ പഠിക്കണം. മനസ്സിലായി? അപ്പൊ ആ ഓരോ ഇത് ഷോർട്ടസ്റ്റ് പോലെയാണ് ചോദിക്കുന്നത്. കാൽവിൻ സൈക്കിളിന്റെ ഡിഫറെന്റ് സ്റ്റേജസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും. അപ്പോൾ ഒരു കാൽവിൻ സൈക്കിൾ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് 3 സ്റ്റെപ്പുകളായിട്ടാണ്. 1 കാർബോക്സിലേഷൻ, 2 റിഡക്ഷൻ, 3 റീജനറേഷൻ ഓഫ് RUP എന്ന് എഴുതിയിട്ട് അതിനെ ഇപ്പൊ കാർബോക്സിലേഷൻ എഴുതിയിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് 1-2 സെന്റൻസ് എഴുതണം. റിഡക്ഷൻ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് 2 സെന്റൻസ്. അതുപോലെ റീജനറേഷൻ ഓഫ് RUBP അതുമായിട്ട് ബന്ധപ്പെട്ട് 2 സെന്റൻസ്. അപ്പം
കാൽവിൻ സൈക്കിൾ റിയാക്ഷൻ അത് ഇൻവോൾവ് ആവുന്ന എൻസൈമാണ് RUBP കാർബോക്സിലേസ്. ആദ്യം ഇൻവോൾവ് ആവുന്ന എൻസൈമാണ് RUB കാർബോക്സിലേസ്. ഓക്കെ, അപ്പൊ കാൽവിൻ സൈക്കിളിന്റെ ഡയഗ്രാം ഫോക്കസ് ചെയ്യണം. അതിന്റെ 3 സ്റ്റേജുകൾ ഏതൊക്കെയാണ്, ആ ഓരോ സ്റ്റേജിലും നടക്കുന്ന സംഭവങ്ങൾ ഒരു 2 പോയിന്റ് വെച്ച് എഴുതാൻ പഠിക്കണം. ഓക്കെ, അത് ഷോർട്ടസ്റ്റ് പോലാണ് ചോദിക്കുന്നത്. ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിച്ചില്ലെങ്കിൽ ഡയഗ്രാം ഉറപ്പായിട്ട് തരും. അത് ചില പാർട്ടുകളിൽ ഡോട്ട് ഇട്ട് തരും. അത് അവിടെ വരുന്ന ആരാന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ കാൽവിൻ സൈക്കിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാൽവിൻ സൈക്കിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കാർബൺ ഡയോക്സൈഡും വാട്ടറിനെ കൂടെ കമ്പൈൻ ചെയ്യിപ്പിച്ച് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്ന സൈക്ലിക് മാനറിലുള്ള ബയോകെമിക്കൽ റിയാക്ഷൻ അത് നടക്കുന്നത് എവിടെയാണ്. ഓക്കെ, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ്, അതുപോലെ തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് 1 വേർഡ് പോലെ നിങ്ങൾക്ക് എഴുതാൻ വരുന്ന ക്വസ്റ്റ്യൻസ് അതൊക്കെയാണ് നിങ്ങൾക്ക് തൊട്ടുപുറകിൽ ഓരോ വീഡിയോസിലൂടെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അടുത്തത് ഡിഫറൻസസ് ബിറ്റ്വീൻ C3 സൈക്കിൾ ആൻഡ് C3 ആൻഡ് C4 പ്ലാന്റ്സ്. അടുത്ത നമ്മൾ നോക്കേണ്ടതാണ് C3 പ്ലാന്റ്സ്. C3 പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു പ്ലാന്റ് ഫോട്ടോസിസിലൂടെ ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട് 3 കാർബൺ അടങ്ങിയിരിക്കുന്ന ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആണ് എങ്കിൽ അതിനെ നമ്മൾ C3 പ്ലാന്റ്സ് എന്ന് പറയും. C4 പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഫോട്ടോസിസിലൂടെ ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട് 4 കാർബൺ അടങ്ങിയിരിക്കുന്ന ഓക്സാലോ അസറ്റിക് ആസിഡ് ആണ് എങ്കിൽ ആ പ്ലാന്റ്സിനെ C4 പ്ലാന്റ്സ് എന്ന് പറയും. അത് മാത്രം നമുക്ക് എഴുതിയാൽ മതി. അതിന്റെ ആ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഡെഫിനിഷൻ എഴുതിയാൽ മതി. C3 പ്ലാന്റ്സും C4 പ്ലാന്റ്സും തമ്മിലുള്ള ഡിഫറൻസ്, അതിന്റെ ഡെഫിനിഷൻ മാത്രം പഠിച്ചു വെക്കണം. ഓക്കെ, അതിനുശേഷം പിന്നീട് നമ്മൾ പോകേണ്ടത് എന്താണ്, പിന്നീട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട അടുത്ത ടോപ്പിക്കാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫോട്ടോസിന്തസിസ്. ഓക്കെ, ഫോട്ടോസിന്തസിസിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ ഫോട്ടോസിന്തസിസിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ നമ്മൾ 2ആയിട്ട് തിരിക്കും. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, ഇന്റേണൽ ഫാക്ടേഴ്സ്. അത് ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ ചോദിക്കത്തില്ല. ആ ഫാക്ടേഴ്സ് ഏതാന്ന് പേര് മാത്രം ഒന്ന് ഓർമ്മ വെച്ചാൽ. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, ഇന്റേണൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, അപ്പൊ ആ ഫാക്ടേഴ്സിന്റെ പേര് മാത്രം എഴുതാനാണ് എക്സാമിൽ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് നിന്ന് ഫോക്കസ് ചെയ്തിരിക്കണം. ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ചോദിക്കുന്ന കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യം ഫോക്കസ് ചെയ്യേണ്ട ഡിഫറൻസസ് ബിറ്റ്വീൻ സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ, പിന്നെ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷന്റെ ഡയഗ്രാം, അടുത്തത് കാൽവിൻ സൈക്കിൾ ഓർ C3 സൈക്കിൾ, അതിന്റെ ഡിഫറൻറ്റ് സ്റ്റേജസ് പ്ലസ് അതിന്റെ ഡയഗ്രാം. ഓക്കെ, ആദ്യം കാൽവിൻ സൈക്കിളിന്റെ ഡയഗ്രാം ഒന്ന് മനസ്സിലാക്കുക, പിന്നെ അതിന്റെ ഡിഫറൻറ്റ് സ്റ്റേജസ് 3 സ്റ്റേജുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് എഴുതാനായിട്ട് ചോദിക്കും. ഓക്കെ, പിന്നെ വരുന്നത് C3 പ്ലാന്റ്സും C4 പ്ലാന്റ്സും തമ്മിലുള്ള ഡിഫറൻസ്, പിന്നെ അതിന്റെ രണ്ടിന്റെ ഡെഫിനിഷൻ മാത്രം മതി. C3 പ്ലാന്റ്സ്, C4 പ്ലാന്റ്സ്, അതിന്റെ ഡെഫിനിഷൻ മാത്രം മതി. അടുത്തത് ഫോട്ടോസിന്തസിസിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, അതിന് 2ആയിട്ടാണ് നമ്മൾ തിരിക്കുന്നത്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, ഇന്റേണൽ ഫാക്ടേഴ്സ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, ഇന്റേണൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, ആ പേര് മാത്രം ജസ്റ്റ് ഓർമ്മ വെച്ചാൽ മതി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ ഉറപ്പായിട്ട് എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളിനി ഫോട്ടോസിന്തസിനേക്കാൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ചാപ്റ്ററാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് തൊട്ടടുത്ത റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്. ഓക്കെ, ഫോട്ടോസിന്തസിനേക്കാൾ കൂടുതൽ മാർക്ക് ക്വസ്റ്റ്യൻ വരുന്ന ചാപ്റ്ററാണ് തൊട്ടടുത്ത ചാപ്റ്റർ. ഏത്? റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്. അപ്പൊ ആ റെസ്പിറേഷൻ ഇൻ ഹയർ പ്ലാന്റ്സ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിനകത്ത് നിന്ന് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട അടുത്ത ചാപ്റ്ററാണ് റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്. ഓക്കെ, ഇപ്പൊ ഫോട്ടോസിന്തസിനേക്കാൾ വളരെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ചാപ്റ്ററാണ് ഈ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്. അപ്പൊ ഫോട്ടോസിന്തസിസും റെസ്പിറേഷനും ഈ 2 ചാപ്റ്ററും മക്കളെ വളരെയധികം വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. അതില് ഫോട്ടോസിന്തസിസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാൾ ആ ചാപ്റ്ററിനേക്കാൾ കൂടുതൽ ക്വസ്റ്റ്യൻ കയറി വരുന്ന ചാപ്റ്ററാണ് റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്. അപ്പൊ ഇതിനകത്ത് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഗ്ലൈക്കോളിസിന്റെ ഫ്ലോ ചാർട്ട്. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന ഈ ചാപ്റ്ററിനകത്ത് ആദ്യം പഠിക്കുന്നത്
റെസ്പിറേഷൻ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, എയറോബിക് അനറോബിക്. അതിൽ എയറോബിക് റെസ്പിറേഷൻ ഓക്സിജന്റെ പ്രസൻസിൽ സെല്ലിനകത്തെത്തുന്ന ഫുഡ് മോളിക്യൂൾസ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് വീട് ചേർന്ന് റിലീസ് ചെയ്യുന്നു അല്ലെ. അത് രണ്ട് സ്റ്റെപ്പുകളായിട്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഒന്ന് ഗ്ലൈക്കോളിസിസ്, രണ്ട് ക്രബ് സൈക്കിൾ. അതിലെ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുമ്പോൾ ആദ്യം ഇപ്പൊ സെല്ലിനകത്തോട്ട് ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ വന്നു കഴിയുമ്പോൾ അത് സെല്ലിലെ സൈറ്റോപ്ലാസ്റ്റിനകത്ത് കാണപ്പെടുന്ന അനേക എൻസൈമുകളുടെ മാത്രം പ്രസൻസിൽ ആ വൺ മോളിക്യൂൾ ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് 2 മോളിക്യൂൾ പൈറുവിക് ആസിഡ് മാറും. അത് 11 സ്റ്റെപ്പുകളായിട്ടാണ്, 11 സ്റ്റെപ്സിലായിട്ടാണ് ആ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതാണ് എന്തോന്ന് ഗ്ലൈക്കോളിസിസ്. അതിന്റെ ആ 11 സ്റ്റെപ്പ്, ആ ഫ്ലോ ചാർട്ട്, അതാണ് നമ്മൾ കാണാതെ പഠിച്ചു വയ്ക്കണം. അത് മാത്രം നമുക്ക് അങ്ങനെ ഹിന്റ് പോലൊന്നും നമുക്ക് തരുന്നില്ല. അത് നമ്മൾ കാണാതെ ആ ഫ്ലോ ചാർട്ട് പഠിച്ചേ പറ്റും. ആ ഫ്ലോ ചാർട്ട് അതുപോലെ നമ്മൾ വരച്ചു വെക്കാനാണ് ചോദിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഗ്ലൈക്കോളിസിന്റെ ഫ്ലോ ചാർട്ട്, ഓക്കെ, ഫ്ലോ ചാർട്ട് ഓഫ് ഗ്ലൈക്കോളിസിസ്, അതൊരു കാരണവശാലും പഠിക്കാതിരിക്കരുത്. ഗ്ലൈക്കോളിസിന്റെ ഫ്ലോ ചാർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ഏത്? ക്രബ് സൈക്കിൾ അഥവാ സിട്രിക് ആസിഡ് സൈക്കിൾ. അതിന്റെ ഡയഗ്രാം മാത്രം ഫോക്കസ് ചെയ്താൽ മതി. അത് നമ്മൾ ടെസ്റ്റിനകത്ത് ഇങ്ങനെ സൈക്ലിംഗ് മാറിൽ മൈറ്റോകോൺട്രിയക്കകത്ത് വെച്ച് അസറ്റിൽ കോയെ മൈറ്റോകോൺട്രിയക്കകത്തോട് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ മൈറ്റോകോൺട്രിയക്കകത്ത് വെച്ച് അത് സൈക്ലിംഗ് മാറിൽ കുറെ പ്രോസസ്സിന് വിധേയമായിട്ട് അതിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് എനർജി റിലീസ് ആകുന്നത്. അതാണ് ക്രബ് സൈക്കിൾ. അത് കണ്ടെത്തിയ ഒരു ബ്രിട്ടീഷ് ബയോകെമിസ്റ്റ് ആയിട്ടുള്ള ഹാൻസ് ക്രബ് ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ അപരനാമത്തിൽ നമ്മളതിനെ ക്രബ് സൈക്കിൾ എന്ന് പറയും. അപ്പൊ ആ റിയാക്ഷൻ നടക്കുമ്പോഴാണ് ഫസ്റ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട് സിട്രിക് ആസിഡ് ആയതുകൊണ്ട് അതിനെ സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന് പറയും. ഒരു സിട്രിക് ആസിഡിനകത്ത് 3 കാർബോക്സിൽ ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് അതിനെ ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ അഥവാ TCA സൈക്കിൾ എന്ന് പറയും. ഓക്കെ, അതിന്റെ ഡയഗ്രാം മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ആ ഡയഗ്രാം നമുക്ക് എക്സാമിന് തന്നിട്ട് ഇടയ്ക്ക് ഓരോ സ്റ്റെപ്പിലും വരുന്ന ഓരോ സ്റ്റെപ്പിലും ഓരോരോ കോമ്പൗണ്ടുകൾ വരുന്നുണ്ട്. ആ കോമ്പൗണ്ടുകളൊക്കെ നമുക്ക് ഡാഷ് ഇട്ട് തരും. പിന്നെ എനർജി സ്റ്റോർ ചെയ്തിരിക്കുന്ന മോളിക്യൂളുകൾ ഉണ്ടാകുന്നതും വിഘടിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള സ്റ്റെപ്പുകൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പം ആ ടെസ്റ്റിനകത്ത് നമ്മുടെ ക്രബ് സൈക്കിളിന്റെ ആ ഡയഗ്രാം മാത്രം ഒന്ന് ഫോക്കസ് ചെയ്യുക. ഡയഗ്രാം നമുക്ക് എക്സാമിന് വന്നിട്ട് അതിന്റെ ഇടയ്ക്ക് ഏതെങ്കിലും 3-4 പാർട്ടുകൾ ലേബിൾ ചെയ്യാനായിട്ട് ഡോട്ട് ഇട്ടാണ് തരുന്നത്. അത് നമ്മൾ ഫില്ല് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പം ഗ്ലൈക്കോളിസിന്റെ ഫ്ലോ ചാർട്ട് ചോദിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ട് ക്രബ് സൈക്കിൾ ആയിരിക്കും എക്സാമിന് വരുന്നത്. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണേ വരത്തുള്ളൂ. പക്ഷെ അത് രണ്ടും നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കണം. അത് രണ്ടും നമ്മൾ പഠിച്ചിട്ടേ കയറാവുള്ളൂ. അതിൽ ഒരെണ്ണം ഉറപ്പായിട്ട് കിട്ടും. ചിലപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് ഗ്ലൈക്കോളിസിന്റെ ഫ്ലോ ചാർട്ടും കിട്ടും, അതുപോലെ തന്നെ ക്രബ് സൈക്കിളിന്റെ ഫില്ല് ചെയ്യാനുള്ളതും കയറി ചോദിക്കാം. അപ്പൊ അത് രണ്ടും ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് അത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ടോപ്പിക് ആയതുകൊണ്ടാണ് അത് രണ്ടും ഫോക്കസ് ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഗ്ലൈക്കോളിസിന്റെ ഫ്ലോ ചാർട്ട് ക്രബ് സൈക്കിളിന്റെ ആ സൈക്ലിംഗ് മാറിലുള്ള ഡയഗ്രാം മാത്രം ഒന്ന് നോക്കി മനസ്സിലാക്കുക. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. അതായത് മൈറ്റോകോൺട്രിയക്കകത്ത് ഹൈഡ്രജൻ അയോണുകൾ വെളിയിലോട്ട് വന്നു കഴിയുമ്പോൾ മൈറ്റോകോൺട്രിയയുടെ മാട്രിക്സിനകത്ത് H+ന്റെ കോൺസെൻട്രേഷൻ കുറവും ഇന്റർ മെമ്പറൈൻ സ്പേസിൽ കൂടുതലും വരും. അപ്പൊ പെട്ടെന്ന് ചാർജ് ഈക്വലൈസ് ചെയ്യാൻ വേണ്ടി ഇന്റർ മെമ്പറൈൻ സ്പേസിൽ കാണപ്പെടുന്ന H+ തിരിച്ച് മൈറ്റോകോൺട്രിയയുടെ ഓക്സിസോമിനകത്തൂടെ കയറി മാട്രിക്സിലോട്ട് ഇറങ്ങുമ്പോൾ അവിടെ ഒരു ATP സിന്തസിസ് നടക്കുകയും ചെയ്യും. ആ ഡയഗ്രാം ആണ് നോക്കേണ്ടത്. ആ ഡയഗ്രാം നമുക്ക് എക്സാമിൽ തന്നിട്ട് ആ ഹൈഡ്രജൻ പോകുന്ന ആ ചാനലിന്റെ പ്രോട്ടോൺ ചാനൽ, പിന്നെ ATP സിന്തസൈസ് ചെയ്യുന്ന അതിനാ ഓക്സിസോമിന്റെ ഹെഡ് റീജിയനിനകത്തുള്ള എൻസൈം. ഓക്കെ, അപ്പൊ ഓക്സിസോമിന്റെ പാർട്ടുകൾ ബേസ് റീജിയൻ, സ്റ്റോക്ക്, ഹെഡ്, അങ്ങനെ 3 റീജിയൻ. ആ ഡയഗ്രാം ഒന്ന് ഫോക്കസ് ചെയ്യണം. ആ ഡയഗ്രാം ആണ് നമുക്ക് പരീക്ഷയ്ക്ക് തരുന്നത്. തന്നു കഴിഞ്ഞാൽ അത് ഡാഷിട്ട് അതിന്റെ ചില പാർട്ടുകൾ നമ്മൾ ഫില്ല് ചെയ്യാനാണ് ചോദിക്കുന്നത്. 2-3 പാർട്ടുകൾ ഡോട്ട് ഇട്ട് തരും. ഓക്കെ, അല്ല 1, 2, 3 എന്ന് നമ്പർ ഇട്ട് തന്നിട്ട് ആ പാർട്ടുകൾ ഏതൊക്കെയാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് എടുത്ത് എഴുതാനാണ് ചോദിക്കുന്നത്. അപ്പൊ ആ ഡയഗ്രാം ഒന്ന് നന്നായിട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് പാർട്ടുകൾ ഏതൊക്കെയാന്ന് ലേബിൾ ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷന്റെ ഡയഗ്രാം ഒന്ന് ഫോക്കസ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ അനേറോബിക് റെസ്പിറേഷൻ അഥവാ ഫെർമെന്റേഷൻ. ഇപ്പം ചില പ്രത്യേക തരത്തിലുള്ള ബാക്ടീരിയ, അതുപോലെ തന്നെ ഈസ്റ്റ് തുടങ്ങിയ ഓർഗാനിസത്തിലേക്ക് സെല്ലിനകത്തോട്ട് ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ വന്നു കഴിഞ്ഞാൽ സെല്ലിലെ സൈറ്റോപ്ലാസ്മിനകത്ത് കാണപ്പെടുന്ന അനേകം
എൻസൈമുകളുടെ മാത്രം, ഓക്സിജന്റെ പ്രസൻസ് വേണ്ട, എൻസൈമുകളുടെ മാത്രം പ്രസൻസിൽ അത് വിഘടിച്ച് എനർജി റിലീസ് ചെയ്യും. അങ്ങനെ ഓക്സിജന്റെ ആബ്സെൻസിൽ സെല്ലിനകത്തെത്തുന്ന ഫുഡ് മോളിക്യൂളുകൾ വിഘടിച്ച് എനർജി റിലീസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് അനേറോബിക് റെസ്പിറേഷൻ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അനേറോബിക് റെസ്പിറേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നെറ്റ് ATP മോളിക്യൂൾസിന്റെ എണ്ണം 2 ആണ്. ഓക്കെ, അപ്പൊ അനേറോബിക് റെസ്പിറേഷൻ ഓർ ഫെർമെന്റേഷൻ ഓർ സൈമോസിസ് എന്ന് പറയും. ഇത് ഈസ്റ്റിന്റെ ഒക്കെ സെല്ലിനകത്ത് നടക്കുന്ന ഓക്സിജന്റെ ആബ്സെൻസിൽ ഗ്ലൂക്കോസ് വിഘടിച്ച് എനർജി റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ്. അതാണ് അനേറോബിക് റെസ്പിറേഷൻ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ, അനേറോബിക് റെസ്പിറേഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് നിന്ന് ഫോക്കസ് ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് RQ അഥവാ റെസ്പിറേറ്ററി കോഷ്യന്റ്. റെസ്പിറേറ്ററി കോഷ്യന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതെന്താണ് നമ്മൾ അതിന്റെ ഡെഫിനിഷൻ പഠിച്ചു നോക്കണം. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല RQ = the ratio of the volume of carbon dioxide involved and the volume of oxygen consumed എന്നുള്ള ഡെഫിനിഷൻ പഠിച്ചു നോക്കണം. എന്നിട്ട് അതിന്റെ ഒരു ഫോർമുലയുണ്ട്. ഫോർമുല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ RQ = the volume of oxygen consumed divided by the volume of carbon dioxide involved. ആദ്യം കാർബൺ ഡയോക്സൈഡ് ഇൻവോൾവ്, രണ്ടാമത് ഓക്സിജൻ കൺസ്യൂംഡ് ആണ്. ഓക്കെ, അപ്പം RQ എന്ന് പറയുമ്പോൾ സെല്ലിനകത്തെത്തുന്ന ഏതെങ്കിലും ഒരു ഫുഡ് മോളിക്യൂൾ, അത് കാർബോഹൈഡ്രേറ്റ് ആകാം, ഫാറ്റ് ആകാം, ഓർഗാനിക് ആസിഡുകളാണ്. സെല്ലിനകത്തെത്തി കഴിഞ്ഞാൽ അത് വിഘടിച്ച് എനർജി റിലീസ് ചെയ്യും. അപ്പൊ അത് വിഘടിച്ച് എനർജി റിലീസ് ചെയ്യാനായിട്ട് എന്തുമാത്രം ഓക്സിജൻ കൺസ്യൂം ചെയ്തു. അപ്പൊ അത്രയും ഓക്സിജൻ കൺസ്യൂം ചെയ്യുന്നതിന്റെ പരമായിട്ട് അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത കാർബൺ ഡയോക്സൈഡ് അളവ് അത്ര. അപ്പൊ ഈ എസ്കേപ്പ് ചെയ്ത കാർബൺ ഡയോക്സൈഡ് അളവും അതിലുപയോഗിച്ച ഓക്സിജന്റെ അളവും എടുത്തിട്ട് നമ്മൾ അതിന്റെ റേഷ്യോ കണ്ടുപിടിക്കും. അതിനെയാണ് RQ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് RQ രണ്ടെണ്ണം ഉണ്ട്. കാർബോഹൈഡ്രേറ്റിന്റെയും ഫാറ്റിന്റെയും RQ കണ്ടുപിടിക്കാനുണ്ട്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഇക്വേഷൻ, ആ ഇക്വേഷൻ നമുക്ക് എക്സാമിന് തരും. കാർബോഹൈഡ്രേറ്റിന്റെ ഇക്വേഷൻ തരും, അതുപോലെ ഫാറ്റിന്റെ എന്ന് പറയുന്ന ടെസ്റ്റിനകത്ത് ട്രിപ്പാൽമെറ്റിനാണ് നടക്കുന്നത്. ഓക്കെ, അപ്പം ഇതിന്റെ രണ്ടിന്റെയും നമുക്ക് എന്ത് തരും? ഇക്വേഷൻ തരും. ഇക്വേഷൻ തന്നിട്ട് ഈ ഇക്വേഷൻ നോക്കിയിട്ട് ഇതിന്റെ RQ കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. അപ്പൊ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം? RQ = the volume of carbon dioxide involved divided by the volume of oxygen consumed എന്ന് അതിന്റെ ഫോർമുലയായി എഴുതണം. എന്നിട്ട് ആ ഇക്വേഷൻ അതിലോട്ട് ഇട്ടിട്ട് അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത കാർബൺ ഡയോക്സൈഡ് അളവും അതിനുപയോഗിച്ച ഓക്സിജൻ അളവും എടുത്തിട്ട് അതിന്റെ റേഷ്യോ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കാർബോഹൈഡ്രേറ്റിന്റെ ഫാറ്റിന്റെ RQ കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ടെസ്റ്റിനകത്ത് കിടപ്പുണ്ട്. ഓർഗാനിക് ആസിഡുകളുടെ ഇല്ല. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ഫാറ്റാണ്. അപ്പൊ RQനകത്ത് ആ ഫാറ്റിന്റെ ഒന്ന് ഫോക്കസ് ചെയ്യുക. ഫാറ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടൊന്ന് നോക്കി വെക്കുക. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ RQ എന്താണ്, അതിന്റെ ഫോർമുല, പിന്നെ ഫാറ്റിന്റെ RQ കണ്ടുപിടിക്കുന്നത് എങ്ങനെ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് നിന്ന് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്സ്. അപ്പൊ ഇത്രയൊന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ, ഇത്രയും ടോപ്പിക്സ് നമ്മളൊന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ ചോദിക്കുന്ന മുഴുവൻ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത നമ്മുടെ ബോട്ടണിയുടെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് ഏത്? പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്സ്. ഓക്കെ, ഇനി അതിനകത്ത് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, അടുത്ത ചാപ്റ്ററിലേക്ക് നമുക്ക് വരാം. നമ്മുടെ ബോട്ടണിയുടെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. അല്ലെ, 9ാമത്തെ ചാപ്റ്റർ ആണ്. 2 ചാപ്റ്റർ നമുക്ക് ഡിലേറ്റ് ആണ്, പോയിട്ട് 9 ചാപ്റ്റർ ആണ് നമുക്ക് +1 ഉള്ളത്. അല്ലെ, അതിലെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഈ ചാപ്റ്ററിനകത്ത് ആദ്യം നമ്മൾ നോക്കേണ്ടതാണ് പ്ലാന്റ് ഗ്രോത്ത് കർവ്. ഓക്കെ, പ്ലാന്റ് ഗ്രോത്ത് കർവ് ഒരു പ്ലാന്റ്സിന്റെ വളർച്ച നമ്മളൊന്ന് ഒബ്സർവ് ചെയ്തിട്ട് അതൊരു ഗ്രാഫിലൂടെ, ആ ഒബ്സർവേഷനിലൂടെ കിട്ടുന്ന റിസൾട്ട് വെച്ചുകൊണ്ട് നമ്മൾ അതൊരു ഗ്രാഫിലൂടെ ചിത്രീകരിക്കുകയാണെങ്കിൽ നമുക്കൊരു എസ്-ഷേപ്ഡ് കർവായിട്ട് കിട്ടും. അതിനെയാണ് പ്ലാന്റ് ഗ്രോത്ത് കർവ് എന്നറിയപ്പെടുന്നത്. ഗ്രോത്ത് കർവ് എന്നാണ് അതിന് മെയിൻ ആയിട്ട് വിളിക്കുന്നത്. ഇനി ഒരു ഗ്രോത്ത് കർവിന് എത്ര ഫേസുകളുണ്ട് അല്ലെങ്കിൽ എത്ര സ്റ്റേജുകളുണ്ട്? ആ സിഗ്മോയിഡ് കർവ് അഥവാ എസ്-ഷേപ്പിലുള്ള ആ കർവിന്റെ ഡയഗ്രം നമുക്ക് തന്നിട്ടുണ്ട് ടെസ്റ്റിനകത്ത്. ആ ഡയഗ്രമാണ് അതുപോലെ എക്സാമിൽ ചോദിക്കുന്നത്. എന്നിട്ട് ഒരു ഗ്രോത്ത് കർവിന് അല്ലെങ്കിൽ ഒരു സിഗ്മോയിഡ് കർവിന് എത്ര സ്റ്റേജുകളുണ്ട്? അതിന് 3 സ്റ്റേജുകളാണ്: ലാഗ് ഫേസ്, എക്സ്പോണൻഷ്യൽ ഫേസ്,
സ്റ്റേഷണറി ഫേസ്. മനസ്സിലായോ? അപ്പൊ ഓരോ സ്റ്റേജുകൾ അടയാളപ്പെടുത്താനാണ് ചോദിക്കുന്നത്. ഇപ്പൊ ആ ഡയഗ്രാം മാത്രം ഒന്ന് ഫോക്കസ് ചെയ്യുക. ഡയഗ്രാം നോക്കുമ്പോൾ അതിനകത്ത് ലാഗ് ഫേസ് ഏതാണ്, എക്സ്പോണൻഷ്യൽ ഫേസ് ഏതാണ്, സ്റ്റേഷണറി ഫേസ് ഏതാണ്, അത് മൂന്നും എടുത്തെഴുതാനാണ് ചോദിക്കുന്നത്. പിന്നെ എക്സ്പോണൻഷ്യൽ ഫേസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഫോർമുലയുണ്ട്. ആ ഫോർമുല വൺ വേർഡ് ക്വസ്റ്റ്യൻ പോലെ നമുക്ക് ഒരു മാർക്കിന്റെ ഇതായിട്ട് നമുക്ക് ചോദിക്കാം. അപ്പൊ ആ ഗ്രോത്ത് കർവിന്റെ സ്റ്റേജുകൾ ഏതൊക്കെയാണ് ആ ഡയഗ്രാം നോക്കി മനസ്സിലാക്കുക. ആ ഡയഗ്രാം അതുപോലാണ് നമുക്ക് എക്സാമിന് തരുന്നത്. എന്നിട്ട് നമുക്ക് ആ സ്റ്റേജുകൾ അടയാളപ്പെടുത്താനാണ് ചോദിക്കുന്നത്. പിന്നെ ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഫോർമുലയുണ്ട്, ഇക്വേഷൻ. ആ ഇക്വേഷൻ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. അത് ഒരു മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് നമുക്ക് ചോദിക്കാം. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നത് പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺസ് അഥവാ ഫൈറ്റോ ഹോർമോൺസ്. പ്ലാന്റ്സിന്റെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ പ്രോസസ്സുകളെയും കൺട്രോൾ ചെയ്യുന്ന ചില കെമിക്കൽ സബ്സ്റ്റൻസുകളാണ്. ആ കെമിക്കൽ സബ്സ്റ്റൻസുകൾക്ക് നമ്മൾ പറഞ്ഞ പേരാണ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് അഥവാ ഫൈറ്റോ ഹോർമോൺസ് എന്ന് പറയും. അങ്ങനെയുള്ള ഫൈറ്റോ ഹോർമോൺസ് മൊത്തം എത്ര? 5 എണ്ണം. ഒന്ന് ഓക്സിൻ, ഗിബർലിൻ, സൈറ്റോകിനിൻ, എഥിലിൻ, അബ്സിസിക്കാസ്. ഇങ്ങനെ 5 എണ്ണം ഉണ്ട്. അതിനകത്ത് നമ്മൾ സെലക്ട് ചെയ്ത് 3 എണ്ണം മാത്രമാണ് തരുന്നത്. ഒന്ന് ഓക്സിൻസ്, ഓക്കെ, പിന്നെ ഗിബർലിൻസ്, പിന്നെ എഥിലിൻ. ഈ 3 എണ്ണത്തിൽ നിന്നാണ് എപ്പോഴും ക്വസ്റ്റ്യൻസ് മാറി മാറി കയറി വരുന്നത്. അതിനകത്ത് ആദ്യം നമ്മൾ ഓക്സിൻസ്. ഓക്സിൻ തന്നെ ഏതെല്ലാം ടൈപ്പ് ഉണ്ട്? ടൈപ്സ് ഓഫ് ഓക്സിൻ. ഓക്സിൻസിനെ നമ്മൾ രണ്ടായിട്ടാണ് തിരിക്കുന്നത്. നാച്ചുറൽ ഓക്സിൻസ് ഉണ്ട്, സിന്തറ്റിക് ഓക്സിൻസ് ഉണ്ട്. നാച്ചുറൽ ഓക്സിൻസ് ആണ് ഇൻഡോൾ അസിറ്റിക് ആസിഡ്, അങ്ങനെ താഴോട്ട് കുറെ എണ്ണം വരുന്നുണ്ട്. പിന്നെ സിന്തറ്റിക് ഓക്സിൻസ് ആണ് 2,4-D. ഓക്കെ. അപ്പൊ ടൈപ്സ് ഓഫ് ഓക്സിൻസ് നമ്മൾ നോക്കണം. അത് അതിനെ റിലേറ്റ് ചെയ്ത് നമുക്ക് വൺ വേർഡ് പോലെ ക്വസ്റ്റ്യൻ വരും. പിന്നെ ഓക്സിൻസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 3-4 ഫങ്ഷൻസ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഒന്ന് പഠിച്ചു നോക്കണം. ഓക്കെ. അതിനകത്ത് ഒരു 3-4 ഫങ്ഷൻസ്. അപ്പൊ ഇതിനകത്ത് എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഫംഗ്ഷനാണ് എപ്പിക്കൽ ഡോമിനൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് ഓക്സിൻ. റൂട്ട് ഇനീഷ്യേഷനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള എടുത്തു പറയത്തക്ക രീതിയിലുള്ള 3-4 പോയിന്റുകൾ അതിന്റെ ഫങ്ഷൻസ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഓഫ് ഗിബർലിൻസ്. ഗിബർലിൻസിന്റെ ഏതെങ്കിലും ഒരു 4 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫങ്ഷൻസ്, ഒരു 4 പോയിന്റ് ഓർമ്മ വെക്കണം. അപ്പൊ അത് ഗിബർലിൻസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഒരു ഫംഗ്ഷനാണ് ബോൾട്ടിംഗ്. ബോൾട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലോങ്ങേഷൻ ഓഫ് ഇന്റർനോഡ് ആണ്. ബോൾട്ടിങ്ങിനെ ഇൻഡ്യൂസ് ചെയ്യും. അത് ഗിബർലിൻ മാത്രം ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. അതുപോലെ ഇറ്റ് ഇൻഡ്യൂസസ് ബോൾട്ടിംഗ്. അങ്ങനെയുള്ള അത് കൂടാതെ അതുപോലെ ഷോർട്ട് ആയിട്ടുള്ള ഒരു 4 പോയിന്റുകൾ മാത്രം ഗിബർലിൻസിന്റെ ഫങ്ഷൻസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതാണ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഉദ്ദേശിക്കുന്നത്, ഫങ്ഷൻസ് ആണ്. പിന്നെ അതുപോലെ തന്നെ 4 പോയിന്റുകളായിട്ട് എഥിലിന്റെ ഫങ്ഷൻസ് പഠിച്ചോളൂ. എഥിലിന്റെ ജസ്റ്റ് ഒരു 4 പോയിന്റുകൾ അതിന്റെ ഫങ്ഷനായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പൊ എഥിലിൻ നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു ടോപ്പിക്കാണ് എത്തിഫോൺ. ഇത് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ആനുവൽ എക്സാമിനേഷൻ, ഈ മാർച്ചിലെ ആനുവൽ എക്സാമിനേഷനിൽ ചോദിച്ചത്. എഥിലിന്റെ ഫംഗ്ഷൻ പഠിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം. അപ്പോൾ എഥിലിന്റെ ഒരു 4 പോയിന്റുകൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 4 പോയിന്റുകൾ അതിന്റെ ഫങ്ഷൻസ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കണം. പിന്നെ അഡീഷണൽ ആയിട്ട് പിന്നെ എത്തിഫോൺ എന്താണെന്ന് അറിഞ്ഞു വെക്കുക. ഇതൊരു അക്വസ് സൊല്യൂഷനാണ്. ഇത് നമ്മൾ പ്ലാന്റ്സിലോട്ട് അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പൊ പ്ലാന്റ്സിന്റെ നമ്മൾ ഈ വളം ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് ഈ സൊല്യൂഷൻ പ്ലാന്റ്സിന്റെ ചുവട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ ഇത് റൂട്ടിൽ അബ്സോർബ് ചെയ്തെടുക്കും. അപ്പൊ ഈ അക്വസ് സൊല്യൂഷനുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എഥിലിൻ റിലീസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. ഇത് എഥിലിൻ റിലീസ് ചെയ്യുന്ന ഒരു അക്വസ് സൊല്യൂഷനാണ്. അപ്പൊ ഇത് പ്ലാന്റ് ബോഡിക്കകത്ത് വന്നതിന് ശേഷം പിന്നെ എന്ത് ചെയ്യും? ഈ എത്തിഫോണിൽ നിന്ന് എഥിലിൻ റിലീസ് ചെയ്യും. എഥിലിൻ എന്ന് പറയുമ്പോൾ അബ്സിഷനെ ആക്സിലറേറ്റ് ചെയ്യുന്ന സാധനം. അബ്സിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെച്ചർ ആകുന്നതിന് മുമ്പ് പൊഴിയുക, അതിനെ ആക്സിലറേറ്റ് ചെയ്യും. അത് മെയിനായിട്ട് ഫ്ലവറും ഫ്രൂട്ടിന്റെ. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആണ് ഇറ്റ് ആക്സിലറേറ്റ്സ് അബ്സിഷൻ ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർമ്മ വെക്കുക. അപ്പൊ ഇതിനകത്ത് 5 പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഫൈറ്റോ ഹോർമോൺസ് എന്ന് പറയുമ്പോൾ പ്ലാന്റ്സിന്റെ ശരീരത്തിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഹോർമോൺസ് എന്ന് പറയുമ്പോൾ 5 എണ്ണമാണ്.
അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് 3 ഹോർമോണിന്റെ മാത്രമാണ് കൊടുക്കുന്നത്, ഓക്സിൻ, ഗിബറിലിൻ, എഥിലിൻ. ഇതിന്റെ 3ന്റെയും മാത്രം ഫങ്ഷൻസ് ഒന്ന് നോക്കുക. പിന്നെ അടുത്ത അബ്സസിക് ആസിഡ് എടുത്തു കഴിഞ്ഞാൽ അബ്സസിക് ആസിഡിൽ നിന്ന് വൺ വേർഡ് പോലുള്ള ക്വസ്റ്റ്യൻ കയറി വരും. വൺ വേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അതിനെ ആന്റാഗോണിസ്റ്റ് ഹോർമോൺ എന്നാണ് വിളിക്കുന്നത്. പിന്നെ അത് കൂടാതെ സ്ട്രെസ് ഹോർമോൺ എന്ന് വിളിക്കും. ഓക്കെ, അപ്പം ആന്റാഗോണിസ്റ്റ് ഹോർമോൺ എന്നറിയപ്പെടുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ അബ്സസിക് ആസിഡ്. അബ്സസിക് ആസിഡിനെ റിലേറ്റ് ചെയ്ത് നമുക്ക് വൺ വേർഡ് പോലുള്ള ഒരു ക്വസ്റ്റ്യനെ കയറി വരത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും ടോപ്പിക്സ് വളരെ കുറച്ച് ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വരുന്ന മുഴുവൻ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളിവിടെ ഓൾറെഡി 35 ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഈ 9 ചാപ്റ്ററിലൂടെ നമ്മൾ വെറും 35 ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ തരുന്നത്. ഈ 35 ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ നന്നായിട്ട് ഈ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മുഴുവൻ എക്സാമിൽ ചോദിക്കുന്ന മുഴുവൻ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്കും ഉറപ്പിക്കാനും കഴിയും. ഓക്കെ, ഫുൾ മാർക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടി ഈ 35 ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, താങ്ക് യു.